അപ്പോൾ നമ്മൾ നമ്മുടെ അവസാനത്തെ എക്സാമിൽ എത്തി നിൽക്കുകയാണ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് ആണ് ഇനി എക്സാം നടക്കാനുള്ളത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചതാണ്. പക്ഷേ നമ്മുടെ കഴിഞ്ഞ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ വീഡിയോ ഇട്ടപ്പോഴും ഒക്കെ കമൻറ്റിലും അതേപോലെ വാട്സപ്പിലും ഒക്കെ കുട്ടികൾ ചോദിക്കുന്നത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ചെയ്യുമെന്നാണ്. അതുകൊണ്ട് മാത്രം ചെയ്യാണ്. അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും ഇവിടെ പ്രിപ്പയർ ചെയ്തിട്ടില്ല. നമുക്കിങ്ങനെ ഓടിച്ച് പോവാം. ലാസ്റ്റ് ഒരു റിവിഷൻ എന്നുള്ള ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ലാസ്റ്റ് മിനിറ്റ് റിവിഷനാണ്. അതുകൊണ്ട് തന്നെ പുതുതായിട്ടൊന്നും പഠിപ്പിക്കുക എന്നുള്ളതല്ല, ജസ്റ്റ് ഒന്ന് ഒരു റിവിഷൻ നിങ്ങൾക്ക് തരും, ഒരു റിമൈൻഡർ തരിക എന്നുള്ളത് മാത്രമാണ്. അതിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളുണ്ടെങ്കിൽ അതൊന്നും നിങ്ങളെ ഓർമ്മിപ്പിക്കുക എന്ന് മാത്രം. അതല്ലാതെ ഞാൻ ഓരോ ക്വസ്റ്റ്യൻ എടുത്ത് ചെയ്യുകയോ ഒരു കോൺസെപ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറയുകയോ ഒന്നും ചെയ്യില്ല. അങ്ങനെയൊക്കെ പ്രതീക്ഷിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ മുന്നോട്ട് കാണേണ്ടതില്ല. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു സാധനം ഇതിൽ കിട്ടൂല, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സബ്ജക്റ്റ് കഴിഞ്ഞ കുറച്ച് അറ്റംപ്റ്റുകളിലായിട്ട് ഇൻ്റർമീഡിയറ്റിൽ ഏറ്റവും ടഫ് ആയിട്ടുള്ള പേപ്പറാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എക്സാമിന് പഠിക്കാൻ വലിയ പ്രശ്നമില്ലെങ്കിലും. അപ്പോൾ ഇവിടെയൊക്കെ വരുന്ന സമയത്ത് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററാണ്. ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 മാർക്കാണ് നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് തരുന്ന വെയിറ്റേജ്. അതെന്തായാലും നിർബന്ധമായിട്ടും 5 മാർക്കിന് അവിടെ നിന്ന് ചോദിക്കുകയും ചെയ്യും. 5 മാർക്കിനോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ മാർക്കിന് ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററൊന്നും കഴിഞ്ഞ 3 അറ്റംപ്റ്റായിട്ട് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന ആ ഒരു ഞാൻ മുന്നോട്ട് ഇനി പറയുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ പ്രീവിയസ് അറ്റംപ്റ്റിൻ്റെ ബേസിലാണ്. അതിൽ നിന്ന് മനസ്സിലാക്കിയെടുത്തതാണ്. അതല്ലാതെ എനിക്ക് പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഇമെയിൽ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിൽ നിന്നും ഒരു MCQ ഉണ്ടാവും. നമ്മുടെ MCQൻ്റെ കഥ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു MCQ ബാങ്ക് ഉണ്ട് അല്ലേ. ഒന്നുകിൽ MCQ ബാങ്ക് നോക്കുക, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിലുള്ള MCQ നോക്കുക. രണ്ടും സെയിമാണ്. ഈ MCQനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഏത് ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ചാപ്റ്ററിനും ഇത് ചോദിക്കും. എല്ലാ ചാപ്റ്ററിനും ഒരു MCQ വെച്ചുണ്ടാവും. ശ്രദ്ധിച്ചോ, ഒരു MCQ ഒരു ചാപ്റ്ററിനും വെച്ചിട്ടാണ് ഉണ്ടാവുക. അഥവാ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് ABC എന്ന് ഒരു MCQ ഉണ്ടാവും. ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിൽ നിന്നും ഒരു MCQ ഉണ്ടാവും. ഡൂപോണ്ട് അനാലിസിസിൽ നിന്നും ഒരു MCQ, അല്ലെങ്കിൽ ആ ഒരു പെർഫോമൻസ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മൊഡ്യൂളില്ലേ അവിടെ നിന്നും ഉണ്ടാവും. മാർജിനൽ കോസ്റ്റിങ്ങിൽ നിന്നും 2 MCQ ഉണ്ടാവും. ബഡ്ജറ്റിങ്ങിൽ നിന്ന് MCQ ഉണ്ടാവും. സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൽ നിന്ന് MCQ ഉണ്ടാവും. ഡിസിഷൻ തിയറിയിൽ നിന്നും MCQ ഉണ്ടാവും. അപ്പോൾ ശ്രദ്ധിച്ചോ, എന്താണ് നിങ്ങൾ MCQ നോക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ചാപ്റ്റർ മാത്രം MCQ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുള്ള് മാർക്ക് കിട്ടില്ല. എല്ലാ ചാപ്റ്ററിൽ നിന്നും ഓരോ MCQ വെച്ച് ഉണ്ടാവും. ഓരോ MCQ ആണ് ഉണ്ടാവുക. മാർജിനൽ കോസ്റ്റ് പോലത്തെ വലിയ ചാപ്റ്റർ ആണെങ്കിൽ 2 MCQ. ഓക്കെ, ഇനി നമ്മൾ ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ ലോട്ട് നമുക്ക് MCQ ആണ് വരുന്നത്. ഓക്കെ, 15 MCQ ക്വസ്റ്റ്യൻ വരും. അതിൽ നമുക്ക് 30 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിർബന്ധമായിട്ടും MCQ നോക്കാത്ത ആൾക്കാർ പോയിട്ട് കംപ്ലീറ്റ് MCQ സ്പീഡിൽ നോക്കുക. ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് സ്ലോ ആയിട്ട് തോന്നുകയാണ് 1.5ലോ 2xലോ ഇട്ടിട്ട് കേൾക്കണം. ഓക്കെ, അതുപോലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ലോട്ട് ക്വസ്റ്റ്യൻ നമുക്ക് വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ അത് ABC കോസ്റ്റിങ്ങിൽ നിന്നായിരിക്കും. അഥവാ ഒരു 9 മാർക്കിനോ 8 മാർക്കിനോ ഒക്കെ ABC കോസ്റ്റിങ്ങിൽ നിന്നും. അതേപോലെ തന്നെ ഒരു തിയറി ക്വസ്റ്റ്യനാണ് ഇവിടെ നോർമലി ഉണ്ടാവാറുള്ളത്. ഈ തിയറി വരിക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിൽ നിന്നായിരിക്കും. ഈ ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ, അപ്പോൾ ഈ ലോട്ട് നിങ്ങൾക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള ലോട്ടാണ്. നമുക്ക് 7 ലോട്ടിൽ നിന്ന് 5 എഴുതണം അല്ലേ. ഇതിൽ ഏറ്റവും സേഫ് ആയിട്ടുള്ളൊരു ലോട്ടാണ് ABC കോസ്റ്റിംഗ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സബ്ജക്റ്റ് ആയിരിക്കും. നമ്മൾ ഇത്രക്കും ഇമ്പോർട്ടൻറ്റോടുകൂടി ക്ലാസ് പഠിപ്പിച്ച എല്ലാ ഫാക്കൽറ്റീസും പഠിപ്പിക്കുന്ന ഒരു ചാപ്റ്ററാണ് ABC കോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതേപോലെ അതിൽ ABC മാത്രം നോക്കിയിട്ട് കാര്യമില്ല. ഇൻട്രൊഡക്ഷൻ്റെ തിയറി നോക്കാതെ പോയി കഴിഞ്ഞാൽ ആ ലോട്ട് നിങ്ങൾക്ക് എടുക്കാൻ കഴിയില്ല. ഇൻട്രൊഡക്ഷന് തിയറി ഇത്രയും കാലം ചോദിച്ചിട്ടുള്ളത് സ്കോപ്പ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്, കോസ്റ്റ് അക്കൗണ്ടിങ്ങും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്, ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്. അപ്പോൾ ഇതിൽ ഇനി ഇവിടെ ഏത് ക്വസ്റ്റ്യനാണ് ചോദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഇൻട്രൊഡക്ഷൻ ഫസ്റ്റൊക്കെ വളരെ സിമ്പിളായിട്ടാണ് പറയുന്നത്. ആരാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്നാണ്. ഓണേഴ്സ് ഉണ്ട്, മാനേജ്മെൻറ്റ് ഉണ്ട്, ക്രെഡിറ്റേഴ്സ് ഉണ്ട്, റെഗുലേറ്ററി ഏജൻസി ഉണ്ട്. ഇവരൊക്കെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, ഗവൺമെൻറ് ഉണ്ട്, പൊട്ടൻഷ്യൽ എംപ്ലോയർ, റിസർച്ചേഴ്സ്, ഇവർക്കൊക്കെ എന്ത് വേണം, നമ്മുടെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് വേണം എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ പറയുന്നത് ഇവിടെ 3 അക്കൗണ്ടിങ് ആണ് ടോട്ടലായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ 2 ക്വസ്റ്റ്യൻ, ഈ ഒരു ഭാഗത്ത് നിന്ന് 2 ക്വസ്റ്റ്യൻ 2 എക്സാമിന് മുന്നേ ചോദിച്ചു കഴിഞ്ഞു. ഏതൊക്കെ ഞാൻ പറഞ്ഞു, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ് നമ്മൾ ഡിഫറൻസ്, അതേപോലെ തന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്, അതേപോലെ തന്നെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും കോസ്റ്റ് അക്കൗണ്ടിങ് ഡിഫറൻസ് ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞു. അപ്പോൾ ചിലപ്പോൾ ഇനിയും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഇതാണ് കുഞ്ഞി ചാപ്റ്ററാണ്, ഇതൊന്നും വേറെ ഒന്നും ചോദിക്കാനില്ല ഇതിൻ്റെ പുറത്തൊന്നും. അതേപോലെ രണ്ടാമത്തേത് എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അവിടെ അതിനെ പറ്റിയിട്ടുള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഫിനാൻഷ്യൽ, നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ ഉണ്ടാവും.
ആക്യുറേറ്റ് ഓർ ബ്രോഡ്ലി കറക്റ്റ് ആയിട്ടുള്ള ഡാറ്റാസ് ആയിരിക്കും ഉണ്ടാവുക, ആക്ച്വൽ ഡാറ്റാസ് ആയിരിക്കും ഉണ്ടാവുക, ആക്ച്വൽ ഡാറ്റാസും ഉണ്ടാവും, എസ്റ്റിമേറ്റഡ് ഡാറ്റാസും ഉണ്ടാവും, പാസ്റ്റും ഫ്യൂച്ചറും ഇവിടെ ഡീൽ ചെയ്യപ്പെടും. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതേപോലെ ഓരോ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റിനെ പറ്റി പറയുന്നുണ്ട്. സീനിയർ ലെവൽ, മിഡ് ലെവൽ, ലോവർ ലെവൽ, എക്സിക്യൂട്ടീവ് ലെവൽ. ഇവിടെ നിന്നൊന്നും ക്വസ്റ്റ്യൻ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. എന്തായാലും 4 ലെവൽ മാനേജേഴ്സാണ് ഉണ്ടാവുക. ഓരോരുത്തർക്കും ഓരോ എന്താ പറയുക ആവശ്യമായിട്ടുള്ള സംഭവങ്ങളുണ്ടാവും. ഇനി അതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാം എന്തിനാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ട് യൂസ് ചെയ്യുന്നതെന്നുള്ള. അപ്പോൾ ഇതൊന്നൊക്കെ വേണമെങ്കിൽ ചോദ്യം വന്നേക്കാം. കാരണം ഇവിടെ ഇനി ചോദിക്കാൻ ബാക്കിയൊന്നുമില്ല. മെയിനായിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളത് ഇവിടെ താഴേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ സ്കോപ്പ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. പക്ഷേങ്കിൽ ഇത് നിങ്ങൾ എന്തായാലും നോക്കി വെക്കുക. ഇതൊന്നും ചിലപ്പോൾ റിപ്പീറ്റ് ആയിട്ട് ഇനിയും ഇത് തന്നെ ചോദിക്കാൻ കാരണം ചാൻസ് ഉണ്ട്. 6 മാർക്കിന് ഇതാ ഈ പോയിന്റ് മാത്രം എഴുതി വെച്ചാൽ 6 മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നിങ്ങളുടെ ലാംഗ്വേജിലേക്ക് ഇതിൻ്റെ അർത്ഥം മാറാത്ത രീതിയിൽ നിങ്ങൾക്ക് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതും ചോദിച്ചു കഴിഞ്ഞു. പിന്നെ അത് ചോദിക്കാതെ കിടക്കുന്ന ഒരു ഭാഗമാണിത്, ഇവാലുവേഷൻ ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. അതിൻ്റെ സ്റ്റേജസ് 4 സ്റ്റേജസിലൂടെ മാറി വരുന്നു. പക്ഷേ ഇവിടെ നിന്ന് MCQ നിർബന്ധമായിട്ടും ഒരു MCQ ഇവിടുന്ന് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അത് ഏറ്റവും നല്ലതാണ്. ഈ ഒരു ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ള സംഭവങ്ങൾ മനസ്സിലാവും. അതേപോലെ ഈ ചാപ്റ്ററിൻ്റെ അവസാനമുള്ള MCQ നോക്കിയാലും കാണാൻ പറ്റും ഓരോ സ്റ്റേജിലും എന്താണ് വന്നിട്ടുള്ളത്. ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് ഏത് സ്റ്റേജിലാണ് വന്നിട്ടുള്ളത്, രണ്ടാമത്തെ ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ്, ജസ്റ്റ് ഇൻ ടൈം, ഇതൊക്കെ ഏത് സ്റ്റേജിലാണ് വന്നിട്ടുള്ളതെന്ന് തുടങ്ങിയിട്ടുള്ള ചോദ്യമാണ് ഉണ്ടാവാറുള്ളത്. ഞാൻ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ റോൾ ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ഇവിടുന്ന് ഈ ചോദ്യമാണ്, ഇത് ഓൾറെഡി ചോദിച്ചതാണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും നമ്മളുടെ ഡിഫറൻസ് ഒരു തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഇനിയും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഒരു വട്ടം ചോദിച്ചു ഇനി ചോദിക്കാൻ പറ്റില്ല എന്നൊന്നും അങ്ങനെ അർത്ഥമൊന്നുമില്ല. കാരണം ഈ ചാപ്റ്റർ ചെറുതാണ്. അടുത്ത് പിന്നെ വരുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്ങും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങുമാണ്. ഇതും ഒരു തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്, 6 മാർക്കിന്. അപ്പോൾ ഇതും വീണ്ടും നോക്കി വെക്കുക. അതോടുകൂടി ഈ ചാപ്റ്റർ പ്രധാനമായിട്ടും ഉള്ള കാര്യങ്ങളൊക്കെ കഴിയും. പിന്നെ അത് ഫംഗ്ഷനാണ്. ഫംഗ്ഷൻ നമ്മൾ +2 മുതലേ പഠിക്കുന്നതാണ്. എന്ത് പ്ലാനിങ്, കൺട്രോളിങ്, റിപ്പോർട്ടിംഗ്, കോർഡിനേറ്റിംഗ്, കമ്മ്യൂണിറ്റിംഗ് ഒക്കെ പറഞ്ഞാൽ അതിൽ കുറച്ച് എക്സ്ട്രാ പോയിന്റ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഫംഗ്ഷൻസ് നിങ്ങളൊന്ന് നോക്കി വെച്ചേക്കുക. കാരണം ഞാൻ പറഞ്ഞു സ്കോപ്പ് ചോദിച്ചു, രണ്ടും ഡിഫറൻസ് ചോദിച്ചു. ഈ ഫംഗ്ഷൻസും ചോദിക്കാത്തൊരു സംഭവമാണ്. അപ്പം അവർക്ക് അങ്ങനെ തോന്നുകയാണ്, ചോദിക്കാത്ത എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ അതായിരിക്കും അവരെന്ത് ചെയ്യാൻ പോണത്, ചോദിക്കാൻ പോണത്. അതേപോലെ പിന്നെ വരുന്നത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് മോഡേൺ ബിസിനസ് വേൾഡിൽ എന്തൊക്കെയാണ്. ഇതൊക്കെ വളരെ സിമ്പിളാണ്. അതൊക്കെ എന്താ പറയുക, ഒന്നുമില്ല, എന്തൊക്കെയാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിന് മാറ്റിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള സംഭവം വരുന്ന ഒരു ടോപ്പിക്കാണ്. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ MCQ എടുത്ത് ആ ഒരു ചാപ്റ്റർ കഴിഞ്ഞ് MCQ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റും. എന്താ ഞാൻ പറഞ്ഞത്, ആ ഒരു സ്റ്റേജ് 4 സ്റ്റേജിലും ഏതാണെന്നുള്ള ഈ ഒരു MCQs ഞാൻ ഇപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ള ഇങ്ങനത്തെ MCQs എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും ഒന്ന് നോക്കി വെക്കുക. അതിൽ നിന്ന് ചോദ്യം ഉണ്ടാവും. ഓക്കെ, പിന്നെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും കാര്യങ്ങളൊക്കെ നോക്കുക. അതാണ് ഒന്നാമത്തെ ചാപ്റ്റർ. ഞാൻ പിന്നെ തിയറി ചാപ്റ്റർ ആയതുകൊണ്ടാണ് ഞാൻ ഒന്നും പറയാത്തത്. എന്തായാലും അതിനും ചോദ്യം ഉണ്ടാവും. ടോട്ടൽ 6+ ഒരു MCQ കൂട്ടുകയാണെങ്കിൽ 8ഓളം മാർക്കിന് ഒറ്റ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും. ചെറിയ ചില്ലറക്കാരനല്ല ആ ചാപ്റ്റർ. നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റിയ ചാപ്റ്ററാണ്. അതേപോലെ ഏറ്റവും കുറഞ്ഞ സമയം വേണ്ട ചാപ്റ്ററാണ്. ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. രണ്ടാമത്തെ ലോട്ടിൽ ഒരു ക്വസ്റ്റ്യൻ ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ABC കോസ്റ്റിങ്ങിൽ നിന്നായിരിക്കും. ABC കോസ്റ്റിങ്ങിനെ പറ്റിയിട്ട് നമുക്കറിയാം എല്ലാം ഒരേ രീതിയിലാണ് വരിക. ഇവിടുന്ന് പ്രോബ്ലമാണ് ഉണ്ടാവാറുള്ളത്. ഇതിൽ ഇവിടെ MCQ നോക്കി വെക്കുക. എന്താണ് കോസ്റ്റ് ഡ്രൈവർ റേറ്റ് എന്താണ് കോസ്റ്റ് പൂള് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടുന്ന് MCQ വരിക. തിയറി പാർട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ABC കോസ്റ്റിംഗ് ചെയ്യുക. നമ്മൾ ആദ്യം ഇവിടെ കുറച്ച് കോസ്റ്റുകളെ പറ്റി തന്നിട്ടുണ്ട്. ഇപ്പോൾ സെറ്റപ്പ് കോസ്റ്റ്, റിസീവിങ് കോസ്റ്റ്, ഡിസ്പാച്ച്, മെഷീനിങ് എന്ന് പറഞ്ഞത്. ഓക്കെ, ഇതാണ് നമ്മളുടെ കോസ്റ്റുകൾ. അപ്പോൾ ഇതിൻ്റെ കോസ്റ്റ് പൂൾ, കോസ്റ്റ് എമൗണ്ടുകൾ ഇവിടെ തന്നിട്ടുണ്ടാവും. 90,000, 30,000 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള 15,000, 55,000 ഇതൊക്കെയാണ് തന്നിട്ടുള്ളത്. ഇനി നമ്മളിത് എന്ത് കണ്ടുപിടിക്കണം, ഇതിന് ഏറ്റവും ബന്ധപ്പെട്ട കോസ്റ്റ് ഡ്രൈവർ. ഇപ്പോൾ സെറ്റപ്പ് കോസ്റ്റ് ആണെങ്കിൽ അതിന് നമ്പർ ഓഫ് സെറ്റപ്പ് ഞാൻ ഷോർട്ടാക്കിയാണ് എഴുതുന്നത്, നമ്പർ ഓഫ് സെറ്റപ്പ്. അതേപോലെ റിസീവിങ് ആണെങ്കിൽ നമ്പർ ഓഫ് ഡെലിവറീസ് റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവം. അതേപോലെ നമ്പർ ഓഫ് ഓർഡേഴ്സ് ഡിസ്പാച്ചിന് വരിക. മെഷീൻ ആണെങ്കിൽ മെഷീൻ ഹവർ. അപ്പോൾ കോസ്റ്റ് ഡ്രൈവർ കിട്ടി. അടുത്ത കോസ്റ്റ് ഡ്രൈവർ റേറ്റ് കണ്ടുപിടിക്കണം. അഥവാ ഇവിടെ നോക്കുന്ന സമയത്ത് നമ്പർ ഓഫ് സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ 10 + 13 23 25 ഇവിടെ വരുന്നത്. അപ്പോൾ 90,000 90,000 ഡിവൈഡഡ് ബൈ 25 ചെയ്താൽ നമുക്ക് കോസ്റ്റ് ഡ്രൈവർ റേറ്റ് കിട്ടും. അടുത്തത് ഇവിടെ വരുന്ന സമയത്ത് ഡെലിവറി 10 + 10 + 2 22 അപ്പോൾ ഇവിടെ 30,000 ഡിവൈഡ് ബൈ 22 ചെയ്താൽ ഇവിടുത്തെ കോസ്റ്റ് ഡ്രൈവർ റേറ്റ് കിട്ടി. നമ്പർ ഓഫ് ഡിസ്പാച്ച് 20 + 20 60 വരുന്നത്. അപ്പോൾ ഈ ഒരു 15,000 ഡിവൈഡ് ബൈ 60 ചെയ്താൽ കോസ്റ്റ് ഡ്രൈവർ റേറ്റ് കിട്ടി. ഇവിടെ മെഷീൻ ഹവർ പെർ യൂണിറ്റ് ആണ്. ശ്രദ്ധിക്കാം, മെഷീൻ ഹവർ പെർ യൂണിറ്റ് ആണ്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ 20,000 യൂണിറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് × 2. അപ്പോൾ 40,000 ഹവേഴ്സ് ആണെന്ന് കിട്ടി. മെഷീൻ ഹവേഴ്സ് കണ്ടുപിടിക്കണം. ഇതൊക്കെ നമ്മൾ ക്ലാസ് പറഞ്ഞാണ് അല്ലേ. അപ്പോൾ ഓർമ്മയിലേക്ക് കൊണ്ടുവരിക. 25,000
2 50,000 ആണ് മെഷീൻ ഹവർ വരിക. 2000 × 2 4000 ആണ് മെഷീൻ ഹവർ വരിക. അപ്പോൾ 92,000 ആണ് ഇവിടെ എന്ത് വരുന്നത്, ടോട്ടൽ മെഷീൻ ഹവർ വരുന്നത്. അപ്പോൾ ഇവിടെ കോസ്റ്റ്, മെഷീനിങ്ങിൻ്റെ കോസ്റ്റ് 55,000 ആണ്. ആ 55,000 / 92,000 ആണ് ചെയ്യേണ്ടത്, അല്ലാതെ 2 + 2 + 2 6 വെച്ചിട്ടല്ല. അപ്പോൾ ശ്രദ്ധിക്കുക, ABC കോസ്റ്റിംഗ് ശ്രദ്ധിക്കേണ്ടത് മെഷീനിങ് വന്നു കഴിഞ്ഞാൽ മെഷീൻ ഹവേഴ്സ് കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കോസ്റ്റ് ഡ്രൈവർ റേറ്റ് കണ്ടുപിടിക്കേണ്ടത്. കോസ്റ്റ് ഡ്രൈവർ റേറ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു ബോക്സ് വരയ്ക്കുക. അടുത്തൊരു ബോക്സ് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എൻ്റും ബിൻ്റും സീൻ്റും ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ABC എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് എൻ്റെ സെറ്റപ്പ് കോസ്റ്റ് എത്ര വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച ഒന്നിൻ്റെ റേറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ടാവും. ആ ഒന്നിൻ്റെ റേറ്റ് ഇൻറ്റു ഇവിടെ എത്ര സെറ്റപ്പ് ചെയ്യുന്നത്, 10 റേറ്റാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ 5 ആണെങ്കിൽ 5 × 10 50 കിട്ടും. ഓക്കെ, ഇവിടെ ഇപ്പം 13 ആണെങ്കിൽ 5 × 13 അതിങ്ങനെ എഴുതി പോകാൻ പറ്റും. ഇതാണ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. കുറേ ക്വസ്റ്റ്യൻസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് തന്നെ തരുന്നുണ്ട്. എന്തായാലും എന്ത് ചെയ്യാം, നോക്കി വെക്കുക. ഓക്കെ, അതിൽ നിന്ന് എന്തായാലും നിങ്ങൾക്ക് 9 മാർക്ക്, 8 മാർക്ക്, 9 അല്ലെങ്കിൽ 10 മാർക്കിനൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ ഉണ്ടാവും ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ്. ഇനി നമ്മൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ അത്രേ ഞാൻ പറയുന്നുള്ളൂ. അടുത്ത ക്വസ്റ്റ്യനൊന്നും ഞാൻ ചെയ്ത് കാണിക്കുന്നില്ല. ഒക്കെ നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയമാണ്. ഒക്കെ നമ്മൾ പഠിപ്പിച്ച് കഴിഞ്ഞതാണ്. ഇനി നിങ്ങൾ സ്വന്തമൊക്കെ പഠിക്കേണ്ട സമയമാണ്. ജസ്റ്റ് ഒരു റിവിഷന് മാത്രമാണ് ഞാൻ തരുന്നത്. ഓക്കെ, ABC കോസ്റ്റിംഗ് താഴെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഇവിടെ എന്താ പറയുക MCQs കാണാൻ പറ്റുന്നതാണ്. ഞാൻ പറഞ്ഞു ഇതൊന്നും എന്തായാലും ഒരു MCQ ഉണ്ടാവും. പക്ഷേ ഇവിടെ ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ പോലെയല്ല. നോക്കി എന്തുണ്ടോ MCQ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇഷ്ടംപോലെ MCQ, എനിക്ക് 40ൻ്റെ അടുത്തിട്ട് MCQ ഈ ഒരു ചാപ്റ്ററിൽ മാത്രം വരുന്നുണ്ട്. 40 അല്ല, 47ഓളം MCQ വരുന്നുണ്ട്. അപ്പോൾ 1-2 MCQ ഇതൊന്നും എന്തായാലും ചോദിക്കും. ജസ്റ്റ് ഇങ്ങനെ പെട്ടെന്ന് നോക്കി പോകാൻ പറ്റിയ MCQ ആണ്. ഓക്കെ, പിന്നെ നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. അടുത്ത ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസിഷൻ മേക്കിംഗ് ടൂളാണ്. വമ്പൻ ചാപ്റ്റർ അല്ലേ, ഡിസിഷൻ മേക്കിംഗ് ടൂൾ. ഇവിടെ പറയുകയാണെങ്കിൽ മാർജിനൽ കോസ്റ്റിംഗ് നല്ല മാർക്കിന് ചോദ്യം ഉണ്ടാവും. മാർജിനൽ കോസ്റ്റിംഗ് ഒഴിവാക്കിയിട്ട് ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഇല്ല അല്ലേ. ഇപ്പോൾ രണ്ടാമത്തെ ലോട്ടിൽ നമ്മൾ പറഞ്ഞു ABCയും അതേപോലെ തന്നെ ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ എന്നാണ് വരിക. മൂന്നാമത്തെയും നാലാമത്തെയും ലോട്ടിലൊക്കെ കയറി വരാൻ പോകുന്നത് ആരാണ്, മാർജിനൽ കോസ്റ്റിംഗ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നെങ്കിൽ 14 മാർക്കിന് ഒറ്റ ക്വസ്റ്റ്യൻ ഉണ്ടാവും. മൂന്നാമത്തെ ലോട്ടിൽ 14 മാർക്കിന് ഒറ്റ ക്വസ്റ്റ്യൻ മാർജിനൽ കോസ്റ്റിംഗ് എന്ന് വരും. അതല്ല എന്നുണ്ടെങ്കിൽ 2 ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നതാണ്. അഥവാ 7 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ, 7 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് അങ്ങനെ ഒരു ലോട്ടും, നാലാമത്തെ ലോട്ടിൽ ഈ ട്രാൻസ്ഫർ പ്രൈസിങ്ങിലുള്ള ഒരു ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് അങ്ങനെയും വരുന്നതാണ്. എന്തായാലും ഇതിന്നും നല്ലൊരു മാർക്ക് 10-30 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഇതിൽ തന്നെ ഉണ്ടാവും. അതിൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് MCQ ആണ് കൂടുതൽ ഉണ്ടാവുക. അഥവാ നമ്മൾ ഇക്വേഷൻസ് ഇല്ലേ, എന്താ പറയുക, PV റേഷ്യോ = കോൺട്രിബ്യൂഷൻ / സെയിൽസ്, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ പ്രോഫിറ്റ് / ചേഞ്ച് ഇൻ സെയിൽസ്, അതേപോലെ ബ്രേക്ക് ഈവൻ പോയിൻറ്റിൻ്റെ ഇക്വേഷൻ, ഫിക്സ്ഡ് കോസ്റ്റ് / PV റേഷ്യോ, ഫിക്സ്ഡ് കോസ്റ്റ് / കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്, മാർജിൻ ഓഫ് സേഫ്റ്റിയുടെ ഇക്വേഷൻ, പ്രോഫിറ്റ് / PV റേഷ്യോ അല്ലേ. അതേപോലെ തന്നെ അല്ലെങ്കിൽ ടോട്ടൽ സെയിൽസ് / ബ്രേക്ക് ഈവൻ പോയിൻറ്റ്. ഇനി എന്താ പറയുക, നമ്മുടെ ഷട്ട് ഡൗൺ അല്ല, ഡിസൈഡ് സെയിൽസിൻ്റെ ഇക്വേഷൻ, ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് ഡിസൈഡ് പ്രോഫിറ്റ് / PV റേഷ്യോ ഓർ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് തുടങ്ങിയിട്ടുള്ള ഇങ്ങനത്തെ ഇക്വേഷനിൽ നിന്നും നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ എന്തുണ്ടാവും, MCQ ആയിട്ട് ഉണ്ടാവും. പണ്ടൊക്കെ ആദ്യമൊക്കെ എന്തുണ്ടായിരുന്നു, ഇതൊന്നും ചെറിയൊരു 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, കുറച്ചുകൂടെ അഡ്വാൻസ് ലെവലിലാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ബേസിക് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇങ്ങനെ പ്രതീക്ഷിക്കേണ്ട, വന്നാൽ നിങ്ങളെ ഭാഗ്യം ഏത് ഇങ്ങനെ ചെറിയ സിമ്പിളായിട്ടുള്ള ഇതൊക്കെ കണ്ടുപിടിക്കാനുള്ള. ഓക്കെ, എന്നാലും അത് നിങ്ങൾ നോക്കുക. ഓക്കെ, മാർജിനൽ കോസ്റ്റിങ്ങിൽ വലിയ ക്വസ്റ്റ്യനെ പറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. നമുക്കറിയാം അവിടെ എന്ത് ചോദിച്ചിട്ടുണ്ട്, എക്സ്പോർട്ട് ഓർഡർ അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ ഷട്ട് ഡൗൺ ഡിസിഷൻ്റെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി വെക്കുക. ഷട്ട് ഡൗൺ ABC തന്നിട്ട് A വേണോ, ഏതെങ്കിലും ഒരു ഡിവിഷൻ ഷട്ട് ഡൗൺ ചെയ്യണോ വേണ്ടേ എന്നുള്ള നമ്മൾ ക്ലാസ് ചെയ്തിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്താണത്, അതൊക്കെ ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ഓക്കെ, അതേപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് മാർജിനൽ കോസ്റ്റിംഗ് vs അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്നുള്ള ആ ഒരു പോർഷൻ. മാർജിനൽ കോസ്റ്റിങ്ങും അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ഇതൊരു തവണ എക്സാമിന് ചോദിച്ചതാണ്, ഇനിയും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ്, തിയറി ക്വസ്റ്റ്യൻ. അഥവാ മൂന്നാമത്തെ ലോട്ടിൽ A ക്വസ്റ്റ്യൻ 8 മാർക്കിന് പ്രോബ്ലം ചോദിച്ചു, B ക്വസ്റ്റ്യൻ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു, തിയറി ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു എക്സാം ഉണ്ടായിരുന്നു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ. അപ്പോൾ അതൊന്ന് നോക്കി വെച്ചേക്കുക. അങ്ങനത്തെ ചെറിയ ക്വസ്റ്റ്യൻസാണ് ഈ 6 മുതൽ 10 വരെ ചെറിയ ക്വസ്റ്റ്യൻസാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള. PV റേഷ്യോ കണ്ടുപിടിക്കുക, സെയിൽസ് എത്രയാണെങ്കിൽ പ്രോഫിറ്റ് എത്രയാണെന്ന് തുടങ്ങിയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതൊക്കെ നോക്കി വെക്കുക. അതിനൊക്കെ MCQ ആണ് കൂടുതൽ ഉണ്ടാവാൻ ചാൻസ്. ഇവിടേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ ഒരു MCQ ഇവിടെ നിന്നാണ് ഒരു ചോദ്യം ഉണ്ടാവുക. ഈ ഒരു എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്, 10 ക്വസ്റ്റ്യൻ. ഈ 10 ക്വസ്റ്റ്യനും ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതിൽ
അതേപോലെ തന്നെ ഇപ്പോൾ സെയിൽസ് ഇൻക്രീസ് ചെയ്താൽ വേരിയബിൾ കോസ്റ്റിൽ എന്ത് ചേഞ്ച് വരും, 5% സെയിൽസ് ഇൻക്രീസ് ചെയ്തു, മാർജിൻ ഓഫ് സേഫ്റ്റിയിൽ എന്ത് ഡിഫറൻസ് വരും എന്ന് തുടങ്ങിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. MCQയിൽ നോക്കിയാൽ നിങ്ങൾ കാണാം. ആ ക്വസ്റ്റ്യൻസാണ് ഒരു MCQ ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, മേക്ക് ഓർ ബൈ ഡിസിഷൻ, എക്സ്പോർട്ട് ഓർഡർ അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടതെന്നുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ വലിയ ക്വസ്റ്റ്യൻ. റീപ്ലേസ് ചെയ്യണോ വേണ്ട, ഇതൊക്കെ നമ്മൾ ക്ലാസ്, ഇതൊക്കെ ഞാൻ എന്ത് ചെയ്യാണ്, സ്കിപ്പ് ചെയ്യാണ്. ഇങ്ങനെ സ്കിപ്പ് ചെയ്യാൻ മീൻസ് ഇതൊന്നും എന്താണെന്നുള്ളത് ഞാൻ പറയുന്നില്ല. അത് കഴിഞ്ഞിട്ട് വരുന്ന ചാപ്റ്ററാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. അതിനെപ്പറ്റി ഞാനൊന്നും പറയുന്നില്ല, കാരണം അതിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇങ്ങനത്തെ ടൈപ്പ് ഞാനത് പറയാത്തത് ഇമ്പോർട്ടൻ്റ് അല്ലാത്തതുകൊണ്ടല്ല കേട്ടോ, അതൊന്നും ഇനി ക്ലാസ് എടുത്ത് തരാനുള്ള സമയം ഇല്ല, അതുകൊണ്ടാണ്. അതിൽ പേഴ്സൻറ്റേജ് വരുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് A, B, എന്നിട്ട് പറയും A എന്ന് പറഞ്ഞാൽ 40% ഓഫ് ഇൻപുട്ടാണ്, B എന്ന് പറഞ്ഞാൽ 60% ഓഫ് ഇൻപുട്ടാണ്. ഓക്കെ, അതുപോലെ ഇത് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി. ആക്ച്വൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്താ പറയുക, ഒരു 100 ആണ്, ഒരു 300 ആണ്. അപ്പോൾ നമുക്ക് ഇൻപുട്ട് 400 ആണെന്ന് കിട്ടും. എന്നിട്ട് പറയും ഈ ഇൻപുട്ടിൻ്റെ ഇവിടെ 100% കിട്ടി. സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിൻ്റെ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ലോസ് എന്ന് പറഞ്ഞാൽ 10% ആണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കും ഇത് 90% ആണ്. ഇവിടെ ആക്ച്വൽ ഔട്ട്പുട്ട് തന്നിട്ടുണ്ടാവും, ഫോർ എക്സാമ്പിൾ 380. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 380 ഡിവൈഡഡ് ബൈ 90. കാരണം ഇവിടെ ആക്ച്വൽ ഔട്ട്പുട്ട് 380 ആണെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് എത്ര തന്നെ ആയിരിക്കും, 380 ആയിരിക്കും. അങ്ങനെയാണ് 380 ഡിവൈഡ് ബൈ 90 × 100 ഇൻപുട്ടിലേക്ക് കൺവേർട്ട് ചെയ്താൽ ഇവിടുത്തെ ഇൻപുട്ട് നമുക്ക് കിട്ടും. എന്നിട്ട് എയും ബിയും കണ്ടുപിടിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ ക്ലാസ്സിൽ കുറേ ചെയ്തതുണ്ട്. ആ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലേക്കാണ് നമ്മൾ പോകുന്നത്. സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിനെ പറ്റി വേറെ ഒന്നും നമ്മൾ പറയുന്നില്ല. അതിൻ്റെ അർത്ഥം അത് ചോദിക്കില്ല എന്നല്ല, അത് എന്തായാലും അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവും, നല്ല രീതിയിലുള്ള ക്വസ്റ്റ്യൻ. 7-14 മാർക്കിന് അതിൽ നിന്ന് ഉണ്ടാവും, ക്വസ്റ്റ്യൻ ഉണ്ടാവും. അടുത്ത ബഡ്ജറ്റിംഗ് ആണ്. ബഡ്ജറ്റിങ്ങിൽ നിന്നും നല്ല മാർക്കിന് 14 മാർക്കിന് ക്വസ്റ്റ്യൻ ഉണ്ടാവും. ബഡ്ജറ്റിംഗിൽ ചിലപ്പോൾ തിയറിയും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്ററാണ് ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടേക്ക് വരുന്ന സമയത്ത് കുറേ തരം ബഡ്ജറ്റുകളുണ്ട്. ആദ്യം നിങ്ങൾ നോക്കി വെക്കേണ്ടത് ഫങ്ഷണൽ ബഡ്ജറ്റും മാസ്റ്റർ ബഡ്ജറ്റുമാണ്. മാസ്റ്റർ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ഫങ്ഷണൽ ബഡ്ജറ്റിൻ്റെയും കൂടി സമ്മറിക്കാണ് മാസ്റ്റർ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഫങ്ഷണൽ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ ഫംഗ്ഷൻ്റെ ബേസിലുള്ള ബഡ്ജറ്റ്, സെയിൽസ് ബഡ്ജറ്റ്, പർച്ചേസ് ബഡ്ജറ്റ്, പ്രൊഡക്ഷൻ ബഡ്ജറ്റ്, ഇതിനെയൊക്കെയാണ് നമ്മൾ ഫങ്ഷണൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനത്തെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നല്ല, ഇവിടെ സെമി വേരിയബിളിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ളതാണ്. 80 നമ്മളോട് 70, 80, 90. അപ്പോൾ നമ്മൾ 70, 80, 90 എന്ന് പറഞ്ഞ കോളങ്ങൾ വരയ്ക്കുന്നു. അതിൽ വേരിയബിൾ കോസ്റ്റ് കുഴപ്പമില്ല, അത് 12,000 ആണ് ഇവിടെ. ഓക്കെ, 80ക്ക് 12,000 വരുന്നു. അപ്പോൾ ഈ 12,000 ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, കൺവേർട്ട് ചെയ്താൽ മതി. അഥവാ 12,000 ഡിവൈഡ് ബൈ 80 × 70 ചെയ്താൽ ഇവിടുത്തെ കോസ്റ്റ് എത്രയാണെന്ന് നമുക്ക് കിട്ടി. അതേപോലെ 12,000 ഡിവൈഡ് ബൈ 80 × 90 എത്രയാണെന്ന് വെച്ചാൽ ഇവിടുത്തെ കോസ്റ്റ് കിട്ടി. അതേപോലെ ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ 4 കോസ്റ്റുകൾ ഈ 3 കോസ്റ്റുകൾ എന്ത് തന്നെയാണ് വരിക, ഈ 3 സ്ഥലത്തും സെയിം ആണ് വരിക. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ നമുക്ക് ഡൗട്ടില്ല. പിന്നെ പ്രശ്നമുള്ളത് ഈ സെമി വേരിയബിൾ കോസ്റ്റാണ്. സെമി വേരിയബിൾ കോസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഇവിടെ 20,000, ആ 20,000ൻ്റെ 70% വേരിയബിൾ ആണ്. ഓക്കെ, 70% വേരിയബിൾ ആണ്. അങ്ങനെയാണ് ബാക്കി 30% ഫിക്സഡ് ആണ്. അപ്പോൾ ആ എമൗണ്ട് എത്ര എന്നുള്ളത് കണ്ടുപിടിക്കുക. 14,000, 2, 3, 6,000. ഓക്കെ, അങ്ങനെ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഫിക്സ്ഡ് പോർഷൻ, ഇത് ഫിക്സ്ഡ് പോർഷൻ അല്ലേ. ഫിക്സ്ഡ് പോർഷൻ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ 80ൻ്റെതാണ്. അതിപ്പോൾ 90 ആണെങ്കിലും 70 ആണെങ്കിലും ഒക്കെ ഫിക്സഡിൻ്റെ പോർഷൻ എത്ര തന്നെ ആയിരിക്കും, 6,000 തന്നെ ആയിരിക്കും. അങ്ങനെയാണ് വേരിയബിളിൻ്റെ പോർഷൻ എങ്ങനെ കണ്ടുപിടിക്കും. വേരിയബിളിൻ്റെ പോർഷൻ എന്ന് പറഞ്ഞാൽ 14,000 രൂപയാണ്. 14,000 രൂപയാണ് എപ്പോൾ, ഇങ്ങനെ 80% കപ്പാസിറ്റിയിൽ. അതിനെ പിടിച്ച് നമ്മൾ 90ലേക്ക് മാറ്റി ഇവിടുത്തെ വേരിയബിൾ കോസ്റ്റ് കിട്ടും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ ക്ലാസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇത് അങ്ങനെ ചോദിച്ചാൽ അത് എഴുതാൻ പറ്റുന്നതാണ്. ഈ സെമി വേരിയബിളിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. ഫങ്ഷണൽ ബഡ്ജറ്റ് ഞാൻ പറഞ്ഞു. ഈ ഫങ്ഷണൽ ബഡ്ജറ്റ് തിയറി ഒന്ന് നോക്കി വെച്ചേക്കുക. ഫങ്ഷണൽ ബഡ്ജറ്റ് ഏതൊക്കെയാണെന്നുള്ള ഇത് MCQ ആയിട്ടും ചോദിക്കും. പിന്നെ അതിനെ പറ്റിയിട്ടുള്ള ഓരോ സെയിൽസ് ബഡ്ജറ്റ്, ജസ്റ്റ് സെല്ലിംഗ് പ്രൈസ് ഉണ്ട്. എന്നിട്ട് നമ്മളോട് പറയും സെല്ലിംഗ് പ്രൈസ് എന്ത് ചെയ്യുന്നു, 10 രൂപ ഉള്ളത് മാറുന്നു, 90 രൂപയാവുന്നു. അതേപോലെ യൂണിറ്റ് ഇൻക്രീസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇതിൽ ഏത് ചോദിക്കുന്നു പറയാൻ പറ്റില്ല കേട്ടോ. ഇതിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏതും മാറി അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാം. 4ാമത്തെ ക്വസ്റ്റ്യൻ പർച്ചേസ് ബഡ്ജറ്റിൻ്റെ ക്വസ്റ്റ്യനാണ്. പർച്ചേസ് ബഡ്ജറ്റ് നമുക്ക് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. നമ്മളെ ഈ ഒരു ക്വസ്റ്റ്യൻ എന്താ പറയുക, കൺസംഷൻ പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്നാണ് അതിൻ്റെ ഇക്വേഷൻ വരുന്നത്. ഓക്കെ, പർച്ചേസ് ബഡ്ജറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസംഷൻ
പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്നുള്ളതാണ്. നമ്മുടെ പ്രൊഡക്ഷൻ ബഡ്ജറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സെയിൽസ് അല്ലെ മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ രണ്ടിൽ ഏത് ബഡ്ജറ്റും ആവാം. പിന്നെ കഴിഞ്ഞ തവണ ഒക്കെ വലിയ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ക്യാഷ് ബഡ്ജറ്റൊക്കെ 14 മാർക്കിന്. അപ്പോൾ ക്യാഷ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ അതിലെല്ലാം കൂടെ വരുന്നത്. ക്യാഷ് ബഡ്ജറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം പ്രൊഡക്ഷൻ ബഡ്ജറ്റും സെയിൽസ് ബഡ്ജറ്റൊക്കെ ചെയ്യേണ്ട ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്. അതാണ് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത്. ഇത് സെമി വേരിയബിൾ ഓവർഹെഡിൻ്റെ വേറെ തന്നെ ഒരു ക്വസ്റ്റ്യനാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, 60,000 70,000 ഉണ്ട്. അപ്പോൾ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 80,000-ൻ്റെതാണ്. ഇതിൽ വേരിയബിൾ കോസ്റ്റുകളൊക്കെ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, 1,32,000 ഡിവൈഡ് ബൈ 60,000 ഇൻറ്റു എത്രയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പിടിച്ച് 80,000-ലേക്ക് കൺവേർട്ട് ചെയ്താൽ മതി. അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ. ഇതൊരു പണ്ട് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് അല്ല, കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആവുന്ന സമയത്ത് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇവിടെ 80,000 യൂണിറ്റിൻ്റെയും 90,000-ൻ്റെയും 1,00,000-ൻ്റെയൊക്കെ കോളങ്ങൾ വരച്ചിട്ട് എത്രയാണ് കോസ്റ്റ് വരിക എന്നുള്ളത്. ഇത് വളരെ എളുപ്പമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാൻ കാര്യങ്ങളൊന്നുമില്ല. ഒരു സെല്ലിംഗ് ഓവർ ഹെഡ് ബഡ്ജറ്റാണ്. ഇതൊക്കെ ഫിക്സ്ഡ് കോസ്റ്റുകളാണ്. അപ്പോൾ 4 സ്ഥലത്ത് 80,000 90,000 1,00,000-ലൊക്കെ സെയിം വരും. ഈ 3 കോസ്റ്റുകൾ മാത്രം മാറും. കാരണം ഇത് സെയിൽസിൻ്റെ ഇവിടെ പറയുന്ന 1% ഓൺ സെയിൽസ്, 5% ഓൺ സെയിൽസ്, 7.5% ഓൺ സെയിൽസ്. അപ്പോൾ അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെ 1% ഓൺ സെയിൽസ് എന്ന് പറഞ്ഞാൽ 80,000 ആണ്. അപ്പോൾ 80,000-ൻ്റെ 1%, 90,000-ൻ്റെ 1%, 1,00,000-ൻ്റെ 1%. എന്നവിടെ പറയുന്നത് 5% കമ്മീഷൻ. ഒരു മിനിറ്റ് പറഞ്ഞത് തെറ്റി. അവിടെ 1% ഓൺ ഏജൻറ്റിൻ്റെ സെയിൽസ്, കമ്മീഷൻ അറ്റ് 1% ഏതിൻ്റെ മേലെ, സെയിൽസ്മാൻ്റെ മേലെ മാത്രം എന്നാണ് പറയുന്നത്. ഏതിൻ്റെ മേലെ വേണ്ട, എക്സ്ക്ലൂഡിങ് ഏജൻറ്റിൻ്റെ സെയിൽ. അപ്പോൾ ഏജൻറ്റിൻ്റെ സെയിൽ ഇവിടെ 8,000 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കി 72,000 ആണ് എന്ത്, മറ്റാളെ സെയിൽസ്മാൻ്റെ സെയിൽ. അപ്പോൾ ഈ 72,000-ൻ്റെ മേലെ 1%, ഇവിടെയാണെങ്കിൽ 80,000 ആണ് അത്, അതിൻ്റെ മേലെ 1%. ഇവിടെയാണെങ്കിൽ എത്രയാണോ അത് മൈനസ് ചെയ്ത് ബാക്കി അതിൻ്റെ മേലെ 1%. 5% എന്ന് പറഞ്ഞാൽ ക്യാരേജ് ഓർഡേഴ്സ് ടോട്ടൽ സെയിൽസിൻ്റെ മേലെയാണ്. അപ്പോൾ 5% ഇൻറ്റു 8,000, 5% ഇൻറ്റു 90,000, 5% ഇൻറ്റു 1,00,000. ഇവിടെ 7.5 എന്ന ഏജൻറ്റിൻ്റെ സെയിൽസിൻ്റെ മേലെ മാത്രമാണ്. അപ്പോൾ 7.5 ഇൻറ്റു 8,000, 7.5 ഇൻറ്റു 10,000, 7.5 ഇൻറ്റു 10,500 എന്നിങ്ങനെയാണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ 3 കോസ്റ്റും കിട്ടും. പിന്നെ എന്ത് ചെയ്യുക, ആ ടോട്ടൽ കോസ്റ്റ് അവിടെ കൂട്ടിയിടുക. അത്രമാത്രം. ആൻസർ ഇവിടെ ഉണ്ട്. പിന്നെ ക്യാഷ് ബഡ്ജറ്റാണ് മാസ്റ്റർ ബഡ്ജറ്റ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു. നമ്മളെ ഫങ്ഷണൽ ബഡ്ജറ്റുകളുടെ ഒരു സമ്മറിക്കാണ് എന്തെന്ന് പറയുക മാസ്റ്റർ ബഡ്ജറ്റ് എന്ന് പറയുക. അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കുക. അതാണ് ഞാൻ പറഞ്ഞതാണ് മെയിൻ പോയിൻറ്റ്. ക്യാഷ് ബഡ്ജറ്റിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് പിന്നെ വരുന്നത്. ക്യാഷ് ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓപ്പണിംഗ് ഓരോ മാസം, ഇപ്പോൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച് എന്ന് പറഞ്ഞ ഇത് ഓപ്പണിംഗ് പ്ലസ് റെസിപ്റ്റ്സ്, എന്തൊക്കെ തരം റെസിപ്റ്റ്സ് ഉണ്ടോ അതിൽ നിന്നും മൈനസ് പേയ്മെൻറ്റ് കുറച്ച് കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് ചെയ്യുക, ക്ലോസിംഗ് ക്യാഷ് ബാലൻസ് കിട്ടുക. ഈ ക്ലോസിംഗ് ക്യാഷ് ബാലൻസ് ആയിരിക്കും നെക്സ്റ്റ് മന്തിൻ്റെ ഓപ്പണിംഗ് ആയിട്ട് വരിക എന്ന് തുടങ്ങിയിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ. അതാണ് ക്യാഷ് ബഡ്ജറ്റ് വരുന്നത്. സീറോ ബേസ്ഡ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യമായിട്ടൊരു ബഡ്ജറ്റ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ പാസ്റ്റ് ഡാറ്റാസും കാര്യങ്ങളൊന്നും കൺസിഡർ ചെയ്യാതെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സീറോ ബേസ്ഡ് ബഡ്ജറ്റ്. ബഡ്ജറ്ററി കൺട്രോൾ, ബഡ്ജറ്റിംഗ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോൾ എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ ആ ഡോക്യുമെൻറ്റിന് പറയുന്ന പേരാണ് ബഡ്ജറ്റ്. ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ A to Z കാര്യങ്ങൾ, ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കാനുള്ള ഡാറ്റ ശേഖരിക്കൽ മുതൽ ബഡ്ജറ്റ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അനാലിസിസിലേക്ക് പോയിട്ട് ആ ബഡ്ജറ്റും അതേപോലെ എന്താ പറയുക ആക്ച്വൽ പെർഫോമൻസും തമ്മിൽ കമ്പാരിസൺ ചെയ്യുക, എന്നിട്ട് എവിടെയാണ് മിസ്റ്റേക്ക് വന്നത് എന്നുള്ളത് കണ്ടുപിടിക്കുക തുടങ്ങിയിട്ടുള്ള മൊത്തം കാര്യങ്ങൾക്ക് പറയുന്ന പേരാണ് ബഡ്ജറ്ററി കൺട്രോൾ. പിന്നെയും അഗെയിൻ ബഡ്ജറ്റിൻ്റെ അങ്ങനത്തെ സെമി വേരിയബിളിൻ്റെ ക്വസ്റ്റ്യൻസ് തന്നെ വരുന്നുണ്ട്. പിന്നെ അതേപോലെ ദി ഇമ്പോർട്ടൻറ്റ് നല്ല രസമുള്ള ക്വസ്റ്റ്യനാണ് കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ കുറേ ചെയ്തിട്ടുള്ള സംഭവമാണ് കേട്ടോ. ഇതൊന്നും ഇപ്പോൾ ചെയ്ത് കാണിച്ചു തരാനുള്ള ഒരു സമയമില്ല. ഇപ്പോൾ തന്നെ വീഡിയോ തുടങ്ങിയിട്ട് അരമണിക്കൂറായി, വെറുതെ ലെങ്ത്ത് കൂടും. അതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞ സംഭവമാണ്, റിവൈസ് ചെയ്യാൻ മാത്രമാണുള്ളത്. ഓക്കെ, നമുക്ക് വേറെ ഭാഗത്തേക്ക് എത്തേണ്ടതുണ്ട്. ഓക്കെ, അതിൻ്റെ ബഡ്ജറ്റിംഗ് ഞാൻ പറഞ്ഞു എല്ലാ ചാപ്റ്ററിനും ഓരോ MCQ വെച്ച് ചോദിക്കും. നിങ്ങൾക്ക് എവിടെ നിന്നും ഒഴിവാക്കാനുള്ള ഒന്നുമില്ല, എല്ലാതും. അടുത്ത ഡിവിഷണൽ പെർഫോമൻസ് മെഷർമെൻ്റ് ആണ്. ഇതാണ് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ കുഞ്ഞു ചാപ്റ്ററാണ്, നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ മാർജിനൽ കോസ്റ്റിംഗ് ആവട്ടെ, ബഡ്ജറ്റിംഗ് ആവട്ടെ, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആവട്ടെ, വലിയ കടലുകളാണ് അതൊക്കെ. അതിന് എവിടെ നിന്ന് ചോദിക്കുന്നു എന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ അവിടെ നല്ല മാർക്കിന് ചോദിക്കും. ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് തന്നെ നല്ല മാർക്ക് 150 മാർക്കിൻ്റെ മേലെ ഈ 3 ചാപ്റ്റർ മാത്രം ചോദിക്കും. ഇനിയിപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ
നമ്മൾ അതിൻ്റെ മേലെ പിടിച്ച് കടിച്ച് തൂങ്ങുന്നതിനെക്കാട്ടി നല്ലത് ഇങ്ങനത്തെ നമ്മൾ പറഞ്ഞ ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ ABC ഇത് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് എത്ര മാർക്കായി 15 മാർക്ക് കിട്ടും ഷുവറാണ്. MCQ നിങ്ങൾക്ക് എല്ലാ ചാപ്റ്ററിൻ്റെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 15 ഒരു 30 മാർക്ക് അങ്ങനെ സ്കോർ ചെയ്യാൻ പറ്റണം. ഓക്കെ, ഇനി അതിൽ ഒരു 5 പറ്റുന്നില്ല, 10 കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ 20 മാർക്കായി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ ഡിവിഷണൽ പെർഫോമൻസ് മെഷർമെൻറ്റിൽ എന്തായാലും 10 മാർക്കിന് ചോദിക്കും. അതുപോലെ ഇത് കഴിഞ്ഞിട്ട് വരാൻ പോകുന്ന ഡിസിഷൻ തിയറി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നും എന്തായാലും ഒരു 10 മാർക്കിനോളം ചോദ്യം ഉണ്ടാവും. ഇത് തന്നെ മതി നിങ്ങൾക്ക് ശരിക്കും പാസ്സാവാൻ. ഓക്കെ, അതിൻ്റെ മേലേക്കാണ് പിന്നെ ഈ ലോട്ടുകളും ഈ ഇൻട്രൊഡക്ഷൻ പ്ലസ് ABC ആണ് വരിക. അതേപോലെ തന്നെ എന്താ പറയുക, ഡിവിഷണൽ പെർഫോമൻസ് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല, ചിലപ്പോൾ അത് ബഡ്ജറ്റിങ്ങിൻ്റെ കൂടെ കയറി വരും. ചിലപ്പോൾ ഡിവിഷണൽ പെർഫോമൻസിലുള്ള 2 ക്വസ്റ്റ്യൻ, ഉദാഹരണത്തിന് EVA ആൻഡ് ലേണിംഗ് കർവ്, ഇത് 2 മാത്രം ഒരു ലോട്ടിൽ ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ലോട്ട് സുഖമായിട്ട് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇത് ഡിസിഷൻ ട്രീൻ്റെ കൂടെയും വരും. എന്തായാലും നമുക്ക് നോക്കാം. ഇവിടെ പറയുന്നത് ഡിവിഷണൽ പെർഫോമൻസിലേക്ക് വരുന്ന സമയത്ത് ഫസ്റ്റ് ഡൂപോണ്ട് അനാലിസിസ് ആണ്. ഡൂപോണ്ട് അനാലിസിസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ ROE അല്ലെ റിട്ടേൺ ഓൺ ഇക്വിറ്റി അല്ലെങ്കിൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ എന്താ പറയുക ഇക്വിറ്റി എന്നുള്ളതാണ്. അതിന് പകരം ഇതിനെന്ത് ചെയ്യുന്നു, ഒന്ന് സ്പ്ലിറ്റ് ആക്കുന്നു. ഈ ROEയുടെ ബേസിൽ ഡിസിഷൻ എടുക്കാതെ ROE 3 ആക്കി മാറ്റുന്നു. ഒന്ന് നെറ്റ് പ്രോഫിറ്റ് മാർജിൻ, രണ്ടാമത് ടോട്ടൽ അസറ്റ് ടേൺ ഓവർ, മൂന്നാമത്തത് ഫിനാൻഷ്യൽ ലിവറേജ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ? ഓക്കെ, നെറ്റ് പ്രോഫിറ്റ് മാർജിൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇക്വേഷൻ എന്താണ്? ഇതാണ് നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ സെയിൽസ്. എന്താണ് ഈ ഒരു റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ സെയിൽസിൽ നിന്ന് നമുക്ക് എത്ര ശതമാനം പ്രോഫിറ്റ് കിട്ടുന്നു. അത് അടുത്ത ഇക്വേഷനാണ് ടോട്ടൽ അസറ്റ് ടേൺ ഓവർ. എന്താ അസറ്റ് ടേൺ ഓവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ അസറ്റ് യൂട്ടിലൈസേഷൻ എങ്ങനെയാണ്, നല്ല രീതിയിൽ നമ്മൾ അസറ്റ് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ, അസറ്റ് യൂട്ടിലൈസ് ചെയ്ത് നല്ല സെയിൽസ് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ടോ. മൂന്നാമത്തതാണ് എന്ത്, ഇക്വിറ്റി മൾട്ടിപ്ലയർ. അഥവാ ഇവിടെ നമ്മൾ നോക്കുന്നത് എന്താണ്, നമ്മുടെ ഫണ്ട്, നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഫണ്ട് എത്രത്തോളമാണ് ഇക്വിറ്റി, എത്രത്തോളമാണ് ഡെപ്റ്റിൽ നിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അറിയുന്ന സംഭവമാണ്. ഈ സെയിൽസും കട്ടായി പോകും, ടോട്ടൽ കസ്റ്റ് ലാസ്റ്റ് ഉണ്ടാവും നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ഷെയർ ഹോൾഡർ ആണ്. ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ ROEയുടെ. എന്ത്, നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ഇക്വിറ്റി എന്നുള്ളതാണ് ROEയുടെ ഇക്വേഷൻ. അതാണ് ഈ ഒരു 3 സ്റ്റെപ്പ് ഡൂപോണ്ട് അനാലിസിസിൽ വരുന്നത്. അപ്പോൾ അനാലിസിസ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. നെറ്റ് പ്രോഫിറ്റ് ഇത് കൂടുകയാണ് വേണ്ടത്. അതേപോലെ സെയിൽസ് ടേൺ ഓവർ നമുക്ക് നല്ല രീതിയിലുള്ള സെയിൽസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റണം. ടോട്ടൽ അസറ്റ് ഷെയർ ഹോൾഡർ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും, നമ്മൾ റിസ്ക് കൂടുകയാണ് ചെയ്യുക. കാരണം അവിടെ അത്രയും ഇക്വിറ്റി മൾട്ടിപ്ലയർ കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്രയും പുറത്തുനിന്ന് ഫണ്ട് എടുത്തിട്ടുണ്ടെന്നാണ്. നമ്മൾ പുറത്തുനിന്ന് ഫണ്ട് എടുത്ത് ബിസിനസ് ചെയ്താൽ ഒരിക്കലും എന്തെല്ലാം നല്ലതല്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കുറയാണ് നമുക്ക് വേണ്ടത്. അതിൻ്റെ ഒരു എന്താ പറയുക, ഈ ഒരു ക്വസ്റ്റ്യൻ ഇതൊക്കെ ഫൈനലിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫൈനലിലും ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി വെക്കുക. ജസ്റ്റ് അനാലിസിസ് മാത്രമേ ഇവിടെ ചോദിക്കുന്നുള്ളൂ, ചെയ്യാനൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ചെറിയ മാർക്കിനൊക്കെ ചോദിക്കാമെന്നല്ലാതെ വലിയ മാർക്കിനൊന്നും ഇങ്ങനെ അനാലിസിസ് മാത്രം ചെയ്താനൊന്നും വന്നോളണം എന്നില്ല. ഓക്കെ, ഡൂപോണ്ട് കണ്ടുപിടിക്കാൻ വന്ന നിങ്ങളുടെ ഭാഗ്യം. നല്ല സിമ്പിളായിട്ടുള്ളൊരു ഭാഗമാണ്. പിന്നെ ഒരു 5 മോഡലിലേക്ക് മാറുകയാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് 3 മോഡലാണ്. ആ 3 മോഡൽ മാറിയിട്ട് 5 മോഡലിലേക്ക് മാറുകയാണ്. 5 സ്റ്റെപ്പ് ഡൂപോണ്ടിലേക്ക് മാറുകയാണ്. അഥവാ ലാസ്റ്റിലത്തെ 2 വ്യത്യാസമില്ല. സെയിൽസ് ടേൺ ഓവർ റേഷ്യോ അസറ്റ് ടേൺ ഓവർ റേഷ്യോ അങ്ങനെ തന്നെ വരും. അതേപോലെ തന്നെ നമ്മളുടെ ഇക്വിറ്റി മൾട്ടിപ്ലയറും അങ്ങനെ. പക്ഷേ നമ്മൾ ആദ്യം പറഞ്ഞ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ റേഷ്യോ എന്ത് ചെയ്യാണ്, അത് വീണ്ടും 3 ആയി മാറുകയാണ്. എന്താമത്താണ് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ, NP റേഷ്യോ എന്തായിട്ട് മാറും, നെറ്റ് ഇൻകം അതേപോലെ ഡിവൈഡ് ബൈ പ്രീ ടാക്സ് ഇൻകം, അതേപോലെ പ്രീ ടാക്സ് ഇൻകം ഡിവൈഡ് ബൈ ഓപ്പറേറ്റിംഗ് ഇൻകം ഡിവൈഡ് ബൈ സെയിൽസ്. അപ്പോൾ ഇവിടെ നോക്കുന്നത് നെറ്റ് ഇൻകം പ്രീ ടാക്സ് ഇൻകം, ടാക്സ് ബർഡൻ ആണ്, എത്രത്തോളം ടാക്സ് നമ്മൾ അടയ്ക്കുന്നുണ്ട്. നമുക്ക് വലിയ ഇൻകം ഉണ്ടായിട്ട് കാര്യമില്ല, അതിൽ കുറേ ടാക്സ് അടയ്ക്കുന്നുണ്ടോ ഇല്ലേ. രണ്ടാമത്തെ ഇൻട്രസ്റ്റ്, എത്രത്തോളം ഇൻട്രസ്റ്റ് അടയ്ക്കുന്നുണ്ട് എന്നാണ് ഇവിടെ നോക്കുന്നത്. നമ്മുടെ സാധാരണ നോർമൽ മാർജിൻ പ്രോഫിറ്റ് നമുക്ക് ഓപ്പറേഷനിൽ നിന്ന്, നമ്മുടെ ബിസിനസ്സിൽ നിന്ന് നമുക്ക് എത്ര കിട്ടുന്നുണ്ട് എന്നുള്ളത് നോക്കിയിട്ടാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസൊക്കെ എന്തായാലും ഈ ടെക്സ്റ്റ് ബുക്കിൽ ഈ ക്വസ്റ്റ്യൻസും നിർബന്ധമായിട്ടും നോക്കി വെക്കുക. ഇത്രയും കാലം ചോദിച്ചിട്ടുള്ളത് EVA ആൻഡ് ലേണിംഗ് കർവ് ഒക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. അതേപോലെ റെസീജ്വൽ ഇൻകം, ആ ഒരു ROIൻ്റെ ഭാഗത്തൊന്നും ചോദിച്ചിട്ടുണ്ട്. ഡൂപോണ്ട് ഇതുവരെ ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഡൂപോണ്ടൊന്നും ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. ഡൂപോണ്ട് ഡിവിഷണൽ പെർഫോമൻസ് മെഷർമെൻറ്റൊന്നും ഡൂപോണ്ടൊന്നും ഇതുവരെ എക്സാമിന് ചോദ്യം ചോദിച്ചിട്ടില്ല. അപ്പോൾ ഈ ഡൂപോണ്ട് നോക്കി വെക്കാം. ഓക്കെ, ഡൂപോണ്ടിൽ ഈ ക്വസ്റ്റ്യൻസ് ചെയ്ത് നല്ല രീതിയിൽ നോക്കി വെക്കുക. ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഈ ROI ഈ ഒരു ചാപ്റ്ററിൽ നിന്നായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. ഇവിടേക്ക് വരുന്ന സമയത്ത് റെസീജ്വൽ ഇൻകം, ആ റെസീജ്വൽ ഇൻകത്തിൻ്റെ ഇക്വേഷൻ വേറെ ഒന്നുമില്ല. റെസീജ്വൽ ഇൻകം എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് ഇൻകം മൈനസ് മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ ഇൻറ്റു ആവറേജ് ഓപ്പറേറ്റിംഗ് അസറ്റ്. അപ്പോൾ ഇവിടെ തന്നെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഓപ്പറേറ്റിംഗ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഡയറക്റ്റ് തന്നിട്ടുണ്ട് 48,000. ഓക്കെ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 12%, 3 ലക്ഷമാണ്. ഇത് അവിടെ ഓപ്പണിംഗ് അസറ്റും ക്ലോസിംഗ് അസറ്റും തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ ആവറേജ് അസറ്റ് ഇതാണ് റെസീജ്വൽ ഇൻകം എന്ന് പറയുന്നത്. അഥവാ നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഇൻകത്തിനേക്കാൾ എത്ര കൂടുതൽ നമുക്ക് ഇവിടെ റിട്ടേൺ കിട്ടുന്നു എന്നുള്ളതാണ് റെസീജ്വൽ ഇൻകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഈ സെയിം ക്വസ്റ്റ്യൻ ആയിരുന്നു എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. വേറൊന്നുമില്ല, ഓപ്പറേറ്റിംഗ് അസറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം ROI തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് ROIൻ്റെ ബേസിൽ ഇതിൽ ഏതാണ് ഏറ്റവും നല്ല എന്താ പറയുക ഇത്. അപ്പം ഇവിടെ ROI കൂടുതലായിട്ടുള്ളത് അവിടെ കാണാൻ പറ്റും. ഇനി പറയുകയാണെങ്കിൽ യൂസിങ് 16% മിനിമം റിക്കവറി റേറ്റ് ഓഫ് റെസീജിയൽ ഇൻകത്തിൻ്റെ ബേസിൽ ഏതാണ് നല്ലത്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യണം, റെസീജിയൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യണം. റെസീജിയൽ ഇൻകം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക, ഓപ്പറേറ്റിംഗ് ഇൻകം തന്നിട്ടുണ്ട് 10 ലക്ഷം, പിന്നെ ഈ 50 ഓപ്പറേറ്റിംഗ് ഇൻകം 10 ലക്ഷമാണ്, മൈനസ് 50 ലക്ഷമാണ് എന്ത് വരുന്നത്, അസറ്റ് വരുന്നത്. അതിൻ്റെ 16% എന്ത് വരുന്നത്, അസറ്റ് വരുന്നത് ബൈങ്. അത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുക ഇതാണ് ഇത്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഡിവിഷൻ B ആണ്. ഓക്കെ, ഇനി ഇതാ ഈ ഒരു ക്വസ്റ്റ്യൻ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ചെറിയ ക്വസ്റ്റ്യനാണ്, വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യനാണ് ഇത്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യനാണ്. അറിയുന്നവൻ എന്ത് ചെയ്യാൻ പറ്റും, തിരിയുന്നവന് പെട്ടെന്ന് എഴുതാൻ പറ്റും, അല്ലാത്തവന് നട്ടം തിരിയും. ഓക്കെ, നോക്കിക്കോ. നമ്മുടെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് 25%, സെയിൽസ് 12 ലാക്ക്, മാർജിൻ 10%. എന്നിട്ട് നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുകയാണ് മിനിമം റിക്കവറി റേറ്റ് ഓഫ് 18%, കമ്പ്യൂട്ടർ ദ ഡിവിഷൻസ് ഓപ്പറേറ്റിംഗ് അസറ്റ് എത്രയാണ്. തലതിരിച്ചുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെയാണ് നമ്മൾ കൂടുതൽ നോക്കി വെക്കേണ്ടത്. ഓപ്പറേറ്റിംഗ് അസറ്റ് എത്രയാണ് തലതിരിഞ്ഞ് ചോദിക്കുകയാണ്. അപ്പോൾ ഇവിടെ വേറെ ഒന്നല്ല, ഇവിടെ നമ്മളോട് പറയുന്നുണ്ട് സെയിൽസ് 12 ലാക്ക്, മാർജിൻ 10%. ടെക്സ്റ്റിലുള്ള ആൻസർ നോക്കേണ്ട, അവർ കോംപ്ലിക്കേറ്റഡ് ആക്കി ചെയ്യുന്നുണ്ട്. അങ്ങനെയൊന്നും ചെയ്യേണ്ട, വളരെ സിമ്പിളാണ്. സെയിൽസ് 12 ലക്ഷമാണ്, GP റേഷ്യോ അഥവാ മാർജിൻ എന്ന് പറഞ്ഞാൽ 10%. അങ്ങനെയാണെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, 1,20,000 ആണ്. 1,20,000 പ്രോഫിറ്റ്. 12 ലക്ഷമാണ് സെയിൽസ്, അതിൻ്റെ 10% പ്രോഫിറ്റ്. അപ്പോൾ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 1,20,000 രൂപയാണ്. ഇവിടെ പറയുന്നു റേറ്റ് ഓഫ് റിട്ടേൺ ROI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25% ആണ്. ROIൻ്റെ ഇക്വേഷൻ എന്താ, പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ്. ഇവിടെ നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആണെങ്കിൽ എന്താവട്ടെ, നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ എന്താ പറയുക, നമ്മുടെ അസറ്റ് ഇൻറ്റു 100. ഓക്കെ, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ്, അസറ്റ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഇവിടെ ROI 25% ആണ് തന്നിട്ടുണ്ട്, അഥവാ 0.25. നെറ്റ് പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിച്ചു 12,000 ആണ്, ഡിവൈഡ് ബൈ അസറ്റ്. അപ്പോൾ എന്ത് ചെയ്താൽ ഈ അസറ്റ് ഇങ്ങോട്ട് പോകും, 0.25 അങ്ങോട്ട് പോകും. അഥവാ 12,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.25 ആണ്. അതിനെ എത്രയിലേക്ക് 100ലേക്ക് റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നു 4,80,000 ആയിരിക്കും നമ്മുടെ അസറ്റിൻ്റെ വാല്യൂ. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ റെസീജിയൽ ഇൻകം കണ്ടുപിടിക്കണം എന്നുള്ളതാണ്. റെസീജിയൽ ഇൻകത്തിൻ്റെ ഇക്വേഷൻ എന്താ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മൈനസ് അസറ്റ് ഇൻറ്റു കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ. ഓക്കെ, അപ്പോൾ ഓപ്പറേറ്റിംഗ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചു 1,20,000 ആണ് നമ്മുടെ പ്രോഫിറ്റ്. അസറ്റ് എന്ന് പറഞ്ഞാൽ 4,80,000 ആണ്, ഇൻറ്റു ഇവിടെ 18% റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, കണ്ടോ, 33,600 കിട്ടും. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതും നല്ല ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. ഇതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഭാഗങ്ങളാണ്, ക്വസ്റ്റ്യൻസാണ്. ഇവിടെ പറയുന്നത് സെയിൽസ് ഓപ്പറേറ്റിംഗ് അസറ്റ് എന്ന് പറഞ്ഞാൽ അസറ്റ് ടേൺ ഓവർ കണ്ടുപിടിക്കാനാണ്. വെരി സിമ്പിൾ അല്ലേ. അസറ്റ് ടേൺ ഓവറിൻ്റെ ഇക്വേഷൻ എന്താ, സെയിൽസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്, സെയിൽസ് ഡിവൈഡ് ബൈ അസറ്റ്. അപ്പോൾ ഇത് കിട്ടും. ഓക്കെ, അടുത്തത് മാർജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് ഇൻകം ഡിവൈഡഡ് ബൈ സെയിൽസ്, അപ്പോൾ മാർജിൻ കിട്ടും. ഇനി വേറെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ടത്, നമ്മളുടെ അസറ്റ് ടേൺ ഓവർ ഇൻറ്റു മാർജിൻ ചെയ്താൽ എന്ത് കിട്ടും, ROI കിട്ടും എന്നുള്ളതാണ്. അതെന്തുകൊണ്ട്, അസറ്റ് ടേൺ ഓവറിൻ്റെ ഇക്വേഷൻ എന്താ, സെയിൽസ് ഡിവൈഡഡ് ബൈ അസറ്റ് എന്നുള്ളതാണ്, സെയിൽസ് ഡിവൈഡ് ബൈ ടോട്ടൽ അസറ്റ് എന്നുള്ളതാണ്. മാർജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇക്വേഷൻ എന്താ, നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ സെയിൽസും കട്ടായി പോകും. ബാക്കി ഉണ്ടാവുക നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ അസറ്റ്, അതാണ് ROI. അപ്പോൾ മനസ്സിലാക്കുക, അസറ്റ് ടേൺ ഓവറും മാർജിനും മൾട്ടിപ്ലൈ ചെയ്താൽ ROI കിട്ടും. അതിൻ്റെ ബേസിലുള്ള ക്വസ്റ്റ്യനാണ് ഇത്. അപ്പോൾ ഇതല്ലാതെയും ചെയ്യാം, ഇത് അതിൻ്റെ ബേസിലുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇത് നോക്കി വെക്കുക, അല്ലെങ്കിൽ MCQന് വേണ്ടിയിട്ടും ഈ ഒരു ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ ഒന്ന് നോക്കി വെച്ചേക്കുക. ഇല്ലുസ്ട്രേഷൻ 8 ഇതൊക്കെ നിങ്ങൾ നോക്കണം, ജസ്റ്റ് നോക്കണം, ഞാൻ പറയാത്ത നോക്കണ്ട. എൻ്റെ കണ്ണിൽ പെട്ടെന്ന് കിട്ടുന്നത് പറഞ്ഞു പോവാണ്. അടുത്ത EV ആണ്. വെരി ഇമ്പോർട്ടൻറ്റ്, എല്ലാ നമുക്ക് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് ഇതാണ്. EVൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോപാറ്റ് മൈനസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഓക്കെ, വെരി ബേസിക് ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യനൊക്കെ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ഓരോന്നിൻ്റെ ഇത് നമ്മൾ തന്നെ ക്യാപിറ്റലൊക്കെ നമ്മൾ തന്നെ കണ്ടുപിടിച്ചിട്ട്, അതേപോലെ KE ഒക്കെ നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. ഇവിടെ എന്തുണ്ട്, CAPM മെത്തഡ് നമ്മൾ FMൽ പഠിക്കുന്ന റിസ്ക് ഫ്രീ, ബീറ്റ, മാർക്കറ്റ് റിട്ടേൺ, ഇതൊക്കെ തന്നിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, KE കണ്ടുപിടിച്ച് ചെയ്യുന്ന ക്വസ്റ്റ്യനാണ്. നമ്മൾ ക്ലാസ് ചെയ്ത ക്വസ്റ്റ്യനാണ്, നോക്കുക. ഇതൊരു വലിയ ക്വസ്റ്റ്യനാണ് EVൻ്റെ, അത് നോക്കുക. ഇവിടെ നമുക്ക് നോപാറ്റ് എന്നുള്ളതാണ് ഇക്വേഷൻ. നോപാറ്റ് നമ്മളെങ്ങനെ കണ്ടുപിടിക്കാം, നമുക്ക് കണ്ടുപിടിക്കാം. ഇതാണ് ഒന്നാമത്തെ ഇക്വേഷൻ. നോപാറ്റ് കണ്ടുപിടിക്കാൻ രണ്ട് ഇക്വേഷൻ ഉണ്ട്, മറന്നു പോരുത്. EBIT ഇൻറ്റു 1 മൈനസ് ടാക്സ്.
നോപാറ്റിലേക്ക് എത്തും. അല്ലെങ്കിൽ നോപാറ്റ് കണ്ടുപിടിക്കാൻ മറ്റൊരു മാർഗ്ഗം കൂടിയുണ്ട്. അതാണിത്. എന്താണ് നോപാറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? അപ്പോൾ എന്താ EBIT ഇൻറ്റു 1 മൈനസ് ടാക്സ് ചെയ്യാം. അല്ലെങ്കിൽ നോപാറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? പാറ്റ് പ്ലസ് ഇൻട്രസ്റ്റ് ഇൻറ്റു 1 മൈനസ് ടാക്സ്. 2 ചെയ്താലും നോപാറ്റ് കിട്ടും അല്ലേ? നമ്മൾ അതിൻ്റെ ബേസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഇത്. എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഓക്കെ, ലിവറേജ്, ഫിനാൻഷ്യൽ ലിവറേജ് ഒക്കെ തന്നിട്ട് റിവേഴ്സ് ചെയ്ത് കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യനാണ്. കുറച്ച് വലിയ വലിയ ക്വസ്റ്റ്യനാണ്. ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ നിൽക്കുന്നില്ല. EVA എന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. എല്ലാ ക്വസ്റ്റ്യനും ചെയ്ത് നോക്കുക, വേറെ ഒന്നും പറയാനില്ല. ലേണിംഗ് കർവിലേക്ക് വരുമ്പോൾ അതിൻ്റെ തിയറിയും ചില സമയത്ത് ചോദിക്കാറുണ്ട്. ലേണിംഗ് കർവിൻ്റെ തിയറിയും ചോദിക്കാറുണ്ട്. ശ്രദ്ധിക്കുക, ലേണിംഗ് കർവിൻ്റെ തിയറിയും ചോദിക്കാറുണ്ട്. ഒരു തവണ ചോദിച്ചത് ഇതായിരുന്നു, അപ്ലിക്കേഷൻ ഓഫ് ലേണിംഗ് കർവ് എന്നുള്ളതായിരുന്നു. ഇമ്പ്രൂവ്മെൻറ്റ്, പ്രൊഡക്ടിവിറ്റി കൂട്ടാം, കോസ്റ്റ് പ്രെഡിക്റ്റ് ചെയ്യാം, വർക്ക് ഷെഡ്യൂൾ ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യാം തുടങ്ങിയിട്ടുള്ള ഇത് എഴുതി കഴിഞ്ഞാൽ 6 മാർക്ക് കിട്ടിയിരുന്നു. 4 പോയിൻ്റ് എഴുതി 6 മാർക്ക് കിട്ടുന്നതായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിന്. ഓക്കെ, പിന്നെ 4 മെഷീൻ 8 മെഷീനൊക്കെ തന്നു കഴിഞ്ഞാലുള്ള ഒരു സംഭവം. ഇവിടെ നമുക്കറിയാം എത്രയാണ് നമ്മളുടെ പെർസെൻറ്റേജ്. 90% ലേണിംഗ് പെർസെൻറ്റേജ് ആണെന്നുണ്ടെങ്കിൽ 1000 ആണെങ്കിൽ ആ 1000ൻ്റെ 90% ആയിരിക്കും പിന്നെ ഹവേഴ്സ് വേണ്ടി വരിക, അതിൻ്റെ 90% ആയിരിക്കും വേണ്ടി വരിക. കോസ്റ്റ് ഇവിടെ തന്നിട്ടുണ്ടാവും. മെറ്റീരിയൽ കോസ്റ്റ്, ഫിക്സ്ഡ് കോസ്റ്റാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നമ്മൾ എഴുതുന്നതൊക്കെ ആവറേജ് ആണ്. അപ്പോൾ ഇവിടെ എഴുതുന്ന ഫിക്സ്ഡ് കോസ്റ്റും ആവറേജ് എഴുതണം. അഥവാ നമ്മൾ ടോട്ടൽ 1 യൂണിറ്റ് ഉണ്ടാക്കാൻ 60,000 ആണ് വരിക. 2 യൂണിറ്റ് ഇപ്പോൾ ഈ റൂമിൽ നിന്നാണ് നമ്മൾ മെഷീനറി ഉണ്ടാക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ആ മെഷീനറിക്ക് വാടക 60,000 രൂപ കൊടുക്കുകയാണ്. ഈ റൂമിൽ നിന്ന് ഒരു മെഷീനറി ഉണ്ടാക്കുകയാണ്, 60,000 വരും. അപ്പോൾ 2 മെഷീനറി ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്നിന് കോസ്റ്റ് എത്ര വരും? 30,000 വരും. 4 ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്നിൽ കോസ്റ്റ് എത്ര വരും? 15,000 വരും. എന്നുള്ള ആവറേജ് രീതിയിലായിരിക്കണം നിങ്ങൾ ഫിക്സ്ഡ് കോസ്റ്റ് എഴുതുന്നത്. ഒന്ന് ആലോചിച്ചിട്ട് മാത്രം എഴുതുക. അതേപോലെ ഇനി ഇക്വേഷൻ വെച്ചിട്ട് y=x⁻b എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ വെച്ചിട്ടുള്ള ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ, ലോഗരിതൊക്കെ വെച്ച് അപ്ലൈ ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ഇതും ചോദിക്കാം. ബാലൻസ്ഡ് സ്കോർ കാർഡ്, ഇതിൽ എന്തായാലും MCQ ഉണ്ടാവും. വലിയ മാർക്കിന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നോക്കി വെക്കുക. ബാലൻസ്ഡ് സ്കോർ കാർഡ് വളരെ എളുപ്പമുള്ള ഒരു ഭാഗമാണ്. അഥവാ നിങ്ങൾക്ക് OPM-ലൊക്കെ പഠിക്കാനുണ്ട് തോന്നുന്നു. ഇവിടെ ബാലൻസ്ഡ് സ്കോർ കാർഡ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ പെർസ്പെക്റ്റീവ്, കസ്റ്റമർ പെർസ്പെക്റ്റീവ്, ഇൻറ്റേർണൽ ബിസിനസ് സ്ട്രക്ചർ, അതേപോലെ തന്നെ ലേണിംഗ് ആൻഡ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ 4 രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാണ് നമ്മുടെ ഒരു സ്കോർ കാർഡ്. നമ്മളിപ്പം C മാർക്കിൻ്റെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടാവും? C മാർക്ക് ഉണ്ടാവും അല്ലേ? അവിടെ എന്തുണ്ടാവും? ഈ ഇൻറ്റേർണൽ മാർക്ക്, ഡിഗ്രിക്കൊക്കെ ഇൻറ്റേർണൽ മാർക്ക് എന്ന് പറയും. ഓക്കെ, അവിടെ ആണെങ്കിൽ ഇൻറ്റേർണൽ മാർക്ക് എന്തിൻ്റെ ബേസിലായിട്ടെന്ന് നമ്മൾ അവിടെ നടക്കുന്ന മോഡൽ എക്സാമിൽ എത്ര മാർക്ക് സ്കോർ ചെയ്യുന്നു, അതേപോലെ തന്നെ നമ്മളുടെ അസൈൻമെൻറ്റുകൾ എങ്ങനെ സബ്മിറ്റ് ചെയ്യുന്നു, സെമിനാറുകൾ എങ്ങനെ, ക്ലാസ്സിലുള്ള അറ്റൻഡൻസ് എങ്ങനെ, ഈ 4 കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഇൻറ്റേർണൽ മാർക്ക് ഇടുന്നത് അല്ലേ? അപ്പോൾ ഈ 4 നല്ല രീതിയിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമ്മളുടെ പെർഫോമൻസ് അടിപൊളിയാണെന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മൾ എല്ലാ ദിവസവും ക്ലാസ്സിൽ പോയി അസൈൻമെൻറ്റോ സെമിനാറോ ഒന്നും സബ്മിറ്റ് ചെയ്തില്ല, അങ്ങനെയാണ് നമ്മൾക്ക് പെർഫോമൻസ് നല്ലതാണെന്ന് പറയാൻ പറ്റും. എന്നതുപോലെ തന്നെ ഒരു ബിസിനസ്സിലേക്ക് വരുമ്പോൾ അവിടെ ഫിനാൻഷ്യൽസ് മാത്രം നന്നായതുകൊണ്ട് കാര്യമില്ല, ഫിനാൻഷ്യൽ പെർഫോമൻസ് മാത്രം ഇമ്പ്രൂവ് ചെയ്തതുകൊണ്ട് കാര്യമില്ല. ബാക്കിയുള്ള 3 കാര്യങ്ങൾ കൂടെ ഇമ്പ്രൂവ് ചെയ്യണം. ഏതൊക്കെയാണ് 3 കാര്യങ്ങൾ? ഒന്ന്, ഫിനാൻഷ്യൽ പെർസ്പെക്റ്റീവ് അടിപൊളിയായിരിക്കണം, അത് സത്യമാണ്, അതെന്തായാലും വേണം. അതിൻ്റെ പുറമെ കസ്റ്റമർ പെർസ്പെക്റ്റീവ്, കസ്റ്റമറോടുള്ള കാര്യങ്ങളൊക്കെ നല്ലതായിരിക്കണം. അതേപോലെ നമ്മൾ ഇൻറ്റേർണൽ സ്ട്രക്ചർ നല്ല രീതിയിലായിരിക്കണം മുന്നോട്ട് പോകുന്നത്. നമ്മളിത് എന്തുണ്ടാവണം? ലേണിംഗ് ആൻഡ് ഗ്രോത്ത് നമ്മുടെ കമ്പനിയിൽ ഉണ്ടായിരിക്കണം. ഇതാണ് ബാലൻസ്ഡ് സ്കോർ കാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ബാലൻസ്ഡ് സ്കോർ കാർഡ് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. അതിന് ശേഷം ബാലൻസ്ഡ് സ്കോർ കാർഡ് ആൻഡ് വേരിയബിൾ മാനേജ്മെൻറ്റ് എന്നുള്ള ഭാഗമാണ് വരുന്നത്. അഥവാ വേരിയബിൾ പേ മാനേജ്മെൻറ്റ്. നമ്മളുടെ ബാലൻസ്ഡ് സ്കോർ ഓരോ എംപ്ലോയീസിനും അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും എന്തുണ്ടാവും? ബാലൻസ്ഡ് സ്കോർ കാർഡ് ഉണ്ടാവും. ഈ സ്കോർ കാർഡിൻ്റെ ബേസിലായിരിക്കും അവർക്ക് എന്ത് കൊടുക്കുക? പേയ്മെൻറ്റ് കൊടുക്കുക. നല്ല സ്കോറുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യും? നല്ല പേയ്മെൻറ്റ് കൊടുക്കും. അത്രയേ ഉള്ളൂ. പേ എന്ന് പറഞ്ഞാൽ എന്താ? സാലറി. ഓക്കെ, അപ്പോൾ ബാലൻസ്ഡ് സ്കോർ കാർഡും പേയ്മെൻറ്റ് സിസ്റ്റം കൂടെ മിക്സ് ചെയ്യുന്ന, ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിനാണ് എന്ത് വിളിക്കുക? ബാലൻസ് സ്കോർ കാർഡ് വിത്ത് വേരിയബിൾ പേ മാനേജ്മെൻറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ സോൾവ് കേസ്, ഇതൊക്കെ നമ്മുടെ ലേണിംഗ് കർവുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്. ഇതിൻ്റെ താഴെ ഈ മൊഡ്യൂളിൻ്റെ ക്വസ്റ്റ്യൻ താഴെ ഒന്നൊന്ന് മാത്രം. ഈ മൊഡ്യൂളിൻ്റെ MCQ നോക്കി നോക്കി. ഈ മൊഡ്യൂളിൽ നിന്ന് ആകെ 15 MCQ വരുന്നുള്ളൂ. അതിന് എന്തായാലും ചോദ്യം ഉണ്ടാവും. 15. നമ്മൾ നേരത്തെ പറഞ്ഞ ABC കോസ്റ്റിംഗ് MCQ ഉണ്ട്, അതൊക്കെ ലാസ്റ്റ് നോക്കുക. കാരണം അതിൽ 40 MCQ ഉണ്ട്. അതിൽ നിന്നാണ് 2 മാർക്ക് കിട്ടുക. അവിടെ കഥ 15 MCQ. ഈ ഡിവിഷണൽ പെർഫോമൻസ് എന്നുള്ളതിൽ 15 MCQ നോക്കി. അതിൽ നിന്ന് ഒന്ന് നിങ്ങൾക്ക് എന്തായാലും എന്ത് ചെയ്യും? ചോദിക്കും. അതിൽ നിന്ന് എന്തായാലും ഒന്ന് ചോദിക്കും. സ്മാർട്ട് വർക്ക് ചെയ്യുക. ഓക്കെ, ABC നോക്കണ്ടെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. അത് അവസാനത്തേക്ക് എന്ത് ചെയ്തോളുക? നോക്കിക്കോളുക. ഓർഡറിൽ നോക്കി പോരണ്ട. അടുത്ത റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ. ഇതൊന്നും തിയറി എന്തായാലും ചോദ്യം ഉണ്ടാവും. റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് എന്ന് എന്തായാലും കോസ്റ്റ് സെൻറ്റർ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്ങിനെ പറ്റി ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇനി മറ്റേതെങ്കിലും പ്രോഫിറ്റ് സെൻറ്ററിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ റവന്യൂ സെൻറ്ററിനെ പറ്റിയിട്ടോ ആയിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക എന്ന് നമുക്ക് വിചാരിക്കാം.
ഓക്കെ, കോസ്റ്റ് സെൻറ്റർ, പ്രോഫിറ്റ് സെൻറ്റർ, റവന്യൂ സെൻറ്റർ, ഇൻവെസ്റ്റ്മെൻറ്റ് സെൻറ്റർ. ഇതിൽ കോസ്റ്റ് സെൻറ്റർ ഓൾറെഡി എക്സാമിന് ചോദിച്ചതാണ്. റെസ്പോൺസിബിലിറ്റി സെൻറ്റേഴ്സ് ഏതാണെന്ന് മൊത്തത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. ഇനി ഏതെങ്കിലും പ്രോഫിറ്റ് സെൻറ്ററോ റവന്യൂ സെൻറ്ററോ അല്ലെങ്കിൽ രണ്ടെണ്ണം തമ്മിലുള്ള വ്യത്യാസം, പ്രോഫിറ്റ് സെൻറ്ററും റവന്യൂ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും, ചോദ്യം വന്നേക്കാം. റെസ്പോൺസിബിലിറ്റി കഴിഞ്ഞാൽ ഏതാ, ഡിസിഷൻ തിയറി അല്ലേ? ഓക്കെ, ഡിസിഷൻ തിയറി. ഇത് ഡിസിഷൻ തിയറിയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഡിസിഷൻ പ്രധാനമായിട്ട് 3 സന്ദർഭങ്ങളിലാണ് എടുക്കേണ്ടി വരിക. ഒന്ന് സെർട്ടൈനിറ്റി, അവിടെ ഒന്നും പഠിക്കാനില്ല, കാര്യമായിട്ടൊന്നും പഠിക്കാനില്ല, ഒഴിവാക്കുക, സ്കിപ്പ് ചെയ്യുക, ആവശ്യമില്ല, അവിടെ ഈ 2-3 പേജും നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ റിസ്ക്കിലേക്ക് വരുമ്പോൾ പ്രോബബിലിറ്റി, ഇവിടെയും പ്രോബബിലിറ്റി വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഡിസിഷൻസ് എടുക്കാം എന്നുള്ളതാണ് ഇവിടെ. ഇതൊക്കെ നമ്മൾ എന്താ പറയുക, കുറച്ചും കൂടെ എഫ്-എമ്മിലേക്കോ അല്ലെങ്കിൽ ഫൈനൽ ലെവൽ SFMലേക്കോ ഒക്കെ വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യനാണ്. ഇവിടെ പ്രോബബിലിറ്റി ആയിട്ട് വരുമ്പോൾ, അഥവാ പ്രോബബിലിറ്റി ഇൻറ്റു എക്സ്പെക്റ്റഡ് റേറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ പ്രോബബിലിറ്റി എക്സ് പി ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ, അതൊന്ന് ജസ്റ്റ് നോക്കി വെച്ചേക്കാം. പിന്നെ ഇവിടെ ഇത് എന്തിൽ ചോദിക്കും, MCQ ആയിട്ട് ചോദിക്കും. കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ എക്സ്പെക്റ്റഡ് റിട്ടേൺ. അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, കാണിച്ചു തരാം. ഈ ക്വസ്റ്റ്യൻ MCQ ആയിട്ട് നല്ല രീതിയിൽ നോക്കി നോക്കുക. MCQ വെരി 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 ഇമ്പോർട്ടൻറ്റ്. വി ആർ കമ്പയറിങ് 2 പ്രോജക്റ്റ്, 2 പ്രോജക്റ്റ് കമ്പയർ ചെയ്യുകയാണ്. രണ്ടെണ്ണത്തിൻ്റെയും റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20%, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15% ഒന്നാമത്തെ പ്രോജക്റ്റിൻ്റെ, രണ്ടാമത്തെ പ്രോജക്റ്റിൻ്റെ 9% അങ്ങനെയാണെങ്കിൽ ഏതാണ് ബെറ്റർ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ, അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇവിടെ രണ്ടിൻ്റെയും എക്സ്പെക്റ്റഡ് റിട്ടേൺ 20 ആണ്. അപ്പം ഇക്വേഷൻ വരിക 0.5 ആണ് ഒന്നാമത്തെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡ് ബൈ എക്സ്പെക്റ്റഡ് റിട്ടേൺ 0.75 കിട്ടും. ഇവിടെ 0.45 കിട്ടും. ഓക്കെ, ഹയർ കോഫിഷ്യൻ്റ് ഉള്ളതായിരിക്കും എന്ത്, റിസ്ക്. ഏതിനാണോ ഒന്നാമത്തെ പ്രോജക്റ്റിനാണ് റിസ്ക് കൂടുതൽ, അപ്പോൾ അതായിരിക്കും ഒന്നാമത്തെ പോയിൻറ്റിനാണ് കോഎഫിഷ്യൻ്റ് കൂടുതൽ, അതായിരിക്കും റിസ്ക് കൂടുതൽ. അപ്പോൾ അതായിരിക്കും MCQ ആയിട്ട് ചോദിക്കുക. ഇവിടെ വേറെ MCQ നമ്മൾ ക്ലാസ്സിൽ എഴുതി വെച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്, എക്സ്പെക്റ്റഡ് റിട്ടേൺ 20 ആണ്, മറ്റൊന്നിൻ്റേത് 10 ആണ്. ഓക്കെ, ഒന്നിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 15 ആണ്, 9 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ എക്സ്പെക്റ്റഡ് റിട്ടേൺ നോക്കുന്ന സമയത്ത് A എന്ന് പറഞ്ഞ കമ്പനിയാണ് നല്ലത്, നല്ല റിട്ടേൺ ഉണ്ട്. എന്നാൽ റിസ്ക് നോക്കുന്ന, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ റിസ്കിൻ്റെ ഒരു മെഷർമെൻ്റ് ആണ് അല്ലേ, റിസ്കിനെ മെഷർ ചെയ്യുന്ന ടൂളാണ് എന്ത്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ. റിസ്ക് നോക്കുന്ന സമയത്ത് B ആണ് കുറവ്, റിസ്ക് കുറയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ക്രോസ് ആയിട്ടാണ് ഡിസിഷൻ വരുന്നത്. റിട്ടേൺ നോക്കുകയാണെങ്കിൽ Aയും റിസ്ക് നോക്കുകയാണെങ്കിൽ Bയും. അപ്പോൾ ഈ സന്ദർഭത്തിൽ നമ്മൾ ഏതാണ് നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ MCQ വരും, കോഎഫിഷ്യൻ്റ് ഒന്നും കാണാൻ പറയില്ല. അപ്പോൾ നമ്മളിവിടെ കോഎഫിഷ്യൻ്റ് വേരിയൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ CV കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്ക് 15ഉം 9ഉം കിട്ടും. അപ്പോൾ നമുക്ക് 9 ആണ് എന്ത്, ഏറ്റവും നല്ലത്. CV അതല്ല, 9 അല്ല, താഴെ ഇതിൻ്റെ തൊട്ട് താഴെ 0.75ഉം 0.9ഉം ആണ് കിട്ടുക. അപ്പോൾ 0.75 ആണ് ഏറ്റവും കുറവ്. CV എന്ന് പറഞ്ഞാൽ കുറവാണ് നോക്കേണ്ടത്. റിസ്ക് ആണെങ്കിലും CV ആണെങ്കിലും, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണെങ്കിലും CV ആണെങ്കിലും കുറവുള്ളതാണ് നല്ലത്, റിട്ടേൺ കൂടുതലുള്ളതാണ് നല്ലത്. അപ്പോൾ കുറവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A ആണ്, അപ്പോൾ A ആണ് ബെറ്റർ. അപ്പോൾ ഇത് MCQ നല്ല രീതിയിൽ എന്തായാലും നോക്കി വെക്കുക, അത് വരും. ഇവിടെ പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ, പ്രോബബിലിറ്റിയായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതൊന്ന് നോക്കി വെക്കണേ. കാരണം അതിന്ന് കുറേ ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ ക്വസ്റ്റ്യനിൽ ഏത് വേണം ചോദിക്കാം. പിന്നെ ഡിസിഷൻ മേക്കിംഗ് അൺസർട്ടിനിറ്റിയിലേക്ക് പോവുകയാണ്. അൺസർട്ടിനിറ്റിയിലേക്ക് പോകുന്ന സമയത്ത് മാക്സിമിൻ ഉണ്ട്, ലാപ്ലേസ് ഉണ്ട്, സാവേജ് ഉണ്ട്, ഹർവിക്സ് ഉണ്ട്. ഇതിൻ്റെ നിർബന്ധമായിട്ടും നോക്കി വെക്കുക. കാരണം 2 എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. 3 എക്സാം കഴിഞ്ഞതിൽ 2 എക്സാമിനും എന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ 3 എക്സാമിൽ 2 എണ്ണത്തിനും ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ മെട്രിക്സ് തന്നിട്ട് നമ്മളോട് എന്ത് കണ്ടുപിടിക്കാൻ പറയും, അതേപോലെ തന്നെ മാക്സി മിനി എല്ലാം കൂടെ വെച്ച് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ 2-3 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൻ്റെ പുറമെ നമ്മൾ 4-5 എണ്ണം എക്സ്ട്രാ ഔട്ട്സൈഡ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ വെച്ചിട്ട് ഒന്ന് നോക്കുക. ഓക്കെ, പിന്നെ ഡിസിഷൻ ട്രീ ആണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം. ഡിസിഷൻ ട്രീയും 3 എക്സാമിൽ 2 വട്ടം ചോദിച്ചിട്ടുണ്ട്. ഡിസിഷൻ ട്രീ വരയ്ക്കാൻ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. ഇങ്ങനെ നമ്മൾ ഒരു ഇത് തരും, ഇപ്പം പറയേണ്ട ആവശ്യമില്ലല്ലോ. ലോഞ്ചിലേക്ക് പോവുക, എന്താണോ ക്വസ്റ്റ്യൻ അതിനനുസരിച്ച് വായിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണം. നമുക്ക് ഒരിക്കലും അത് കാണാപ്പാടം പഠിച്ചു പോകാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഇപ്പോൾ പറയുന്നത് എന്തുണ്ട്, ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് 2 ഓപ്ഷനാണുള്ളത്. ഒന്നെങ്കിൽ പ്രോജക്റ്റ് ലോഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ലോഞ്ച് ചെയ്യാതിരിക്കാം. ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 ഓപ്ഷനാണുള്ളത്. സെയിൽസ് 10,000 ആവും, 15,000 ആവും. സെയിൽസ് 10,000 ആവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 0.8 ആണ്, 15,000 ആവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 0.2 ആണ്. ഇനി സെയിൽസ് 10,000 വന്നു കഴിഞ്ഞാൽ കോസ്റ്റ് 2 രീതിയിൽ വരും, 6 വരാം, കോസ്റ്റ് 8 വരാം. 6 ആവാനുള്ള പ്രോബബിലിറ്റി 7ഉം മറ്റേത് 3 ആണ്. ഇവിടെയും അങ്ങനെ 15,000 കോസ്റ്റ് 2 എണ്ണത്തിനാണ് പ്രോബബിലിറ്റി വരുന്നത്. ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നതിനാണ് ഡിസിഷൻ ട്രീ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത് പ്രോബബിലിസ്റ്റിക് ബഡ്ജറ്റ് ഉണ്ട്. പ്രോബബിലിസ്റ്റിക് ബഡ്ജറ്റ് ഒരു തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ഡിസിഷൻ ട്രീ കഴിഞ്ഞതിന് ശേഷം
ഈ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു തോന്നുന്നു. പ്രൊബബിലിസ്റ്റിക് ബഡ്ജറ്റ്. ഇത് ഒരു തവണ എക്സാമിന് വലിയൊരു ക്വസ്റ്റ്യൻ ആണിത്. ഇത് വലിയ മാർക്ക് 14 മാർക്കിന് എക്സാമിന് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രൊബബിലിസ്റ്റിക് ഈ ഒരു ബഡ്ജറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ 3 എക്സാമിൽ ഒരു എക്സാമിന് പ്രൊബബിലിസ്റ്റിക് ബഡ്ജറ്റാണ് ചോദിച്ചത്, ബാക്കി 2 എക്സാമിന് ഡിസിഷൻ ട്രീ ആണ് ചോദിച്ചത്. ഓക്കെ, അതിൻ്റെ MCQ നോക്കി വെക്കുക. ഇവിടെ ആകെ 20 MCQ ഉള്ളൂ. അതെന്തായാലും നിർബന്ധമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കി വെക്കുക. അപ്പോൾ ഇത്രയാണ് എന്ത് വരുന്നത്, നമ്മുടെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്നുള്ള ഭാഗം വരുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, നിങ്ങൾ എന്തായാലും എന്ത് നോക്കണം, എല്ലാ ചാപ്റ്ററിൻ്റെയും MCQ നോക്കണം. MCQ നോക്കുന്ന സമയത്ത് നിങ്ങൾ ആദ്യം തന്നെ പോയിട്ട് ഏത് ചാപ്റ്ററിൻ്റെത് നോക്കുക, ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിൻ്റെത് നോക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഏത് നോക്കുക, ഡിവിഷണൽ പെർഫോമൻസ് മെഷർമെൻറ്റിൻ്റെത് നോക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഡിസിഷൻ ട്രീൻ്റെത് നോക്കുക. കാരണം അതൊക്കെ ചെറിയ ചെറിയ ചാപ്റ്ററാണ്, അതാണ് പറയാൻ കാരണം. നമുക്കിനി ചെറിയ സമയമേ അത് നിങ്ങൾ ഫസ്റ്റ് റിവിഷനും സെക്കൻഡ് റിവിഷനും തേർഡ് റിവിഷനും ഒക്കെ ചെയ്തിരിക്കുന്ന ആൾക്കാരാണ്. അങ്ങനത്തെ ആൾക്കാർക്കാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഒന്നും പഠിക്കാതെ ഫസ്റ്റ് റിവിഷൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ പറയുന്നത് ഇപ്പോൾ എന്താ ഇയാൾ പറയുന്നതെന്ന് വിചാരിക്കും. നമ്മൾ ഓൾറെഡി പഠിച്ച ആൾക്കാർക്കുള്ളതാണ് ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ. അപ്പോൾ അവിടെ നിങ്ങൾ ഏറ്റവും സിമ്പിളായിട്ടുള്ളത് ഇനി റിവൈസ് ചെയ്യുക. പെട്ടെന്ന് ഇൻട്രൊഡക്ഷൻ, ഡിവിഷണൽ, അതേപോലെ ഡിസിഷൻ ട്രീ തുടങ്ങിയിട്ടുള്ളത് പെട്ടെന്ന് നോക്കുക. അതിനുശേഷം നിങ്ങൾ എങ്ങോട്ട് പോവുക, നേരത്തെ പറഞ്ഞ പോലെ മാർജിനൽ കോസ്റ്റിങ്ങിൽ എവിടെ നോക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവുക, സിമ്പിൾ PV റേഷ്യോ, ബ്രേക്ക് ഈവൻ പോയിൻ്റ്, അല്ലെ സെയിൽസ് 5% കൂടി, മറ്റേത് അപ്പോൾ എത്ര ചേഞ്ച് വരും, വേരിയബിൾ കോസ്റ്റ് എങ്ങനെ ചേഞ്ച് ചെയ്തു, അപ്പോൾ പ്രോഫിറ്റിൽ എന്ത് ചേഞ്ച് വരും, തുടങ്ങിയിട്ടുള്ള അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും ഒന്ന് എന്തായാലും ഉണ്ടാവുക. ബാക്കി മാർജിനൽ കോസ്റ്റിങ്ങിന് അല്ലാത്ത ക്വസ്റ്റ്യൻസും നോക്കുക. പിന്നെ സാധാ പോലെ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൻ്റെ, ബഡ്ജറ്റിൻ്റെ എല്ലാത്തിൻ്റെ MCQ അങ്ങോട്ട് നോക്കി വെക്കുക. അതേപോലെ തന്നെ പിന്നെ ഞാൻ പറഞ്ഞു, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് വലിയ ചാപ്റ്റർ പഠിക്കുന്ന സമയത്തും എങ്ങനെ തന്നെ പഠിച്ചു തുടങ്ങുക. ഇൻട്രൊഡക്ഷൻ നിങ്ങൾ പഠിക്കുക, ABC പഠിക്കുക. ഇതോടുകൂടി നിങ്ങൾക്ക് 15 മാർക്ക് സെക്യൂർ ആയി. കാരണം ഇത് രണ്ടും കൂടി ഒരു ലോട്ടിലാണ് വരിക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നേരെ പോകേണ്ട മാർജിനലിലേക്കോ ഇതിലേക്കൊന്നും പോകരുത്. നിങ്ങൾ നേരെ എങ്ങോട്ട് പോവുക, ഡിവിഷണൽ പെർഫോമൻസ് മാനേജ്മെൻറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത്രയും കാലമായിട്ട് ചോദിച്ചിട്ടുള്ളത് EVA ചോദിച്ചിട്ടുണ്ട്, ലേണിംഗ് കർവ് ചോദിച്ചിട്ടുണ്ട്, ലേണിംഗ് കർവ് തിയറി ചോദിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു. അതേപോലെ തന്നെ RI ROIയും ചോദിച്ചിട്ടുണ്ട്. ഏത് ചോദിച്ചിട്ടില്ല, ഡൂപോണ്ടൊന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല. ബാലൻസ്ഡ് സ്കോർ കാർഡിന്ന് MCQ മാത്രമേ ഇതുവരെ ചോദിച്ചിട്ടുള്ളൂ. അപ്പം ഇതൊക്കെ എന്താ പറയുക, ഇനിയും ചോദിക്കാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഏത് ഡൂപോണ്ട് ഇനി ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ RIയിൽ നിന്ന് വീണ്ടും ക്വസ്റ്റ്യൻ വരാം. എന്നാലും നമുക്ക് പറയാം ഈ ഭാഗത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ EVAയും ലേണിംഗ് കർവും തന്നെയാണ്. എന്തായാലും ഈ ഡിവിഷണൽ പെർഫോമൻസിൽ നിന്ന് 10-15 മാർക്കും ചോദിക്കുക, അത് നിങ്ങൾ മിസ്സാക്കരുത്. ഓക്കെ, അത് നോക്കി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വരേണ്ടത് നേരെ ഡിസിഷൻ തിയറിയിലേക്കാണ്. ഡിസിഷൻ തിയറിയിലേക്ക് നിങ്ങൾ വരുന്ന സമയത്ത് ഒന്നാമതായിട്ട് നിങ്ങൾ നോക്കേണ്ടത് ഡിസിഷൻ ട്രീ തന്നെയാണ്. ഡിസിഷൻ ട്രീ കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലുള്ള ഡിസിഷൻ മേക്കിംഗ് അൺസർട്ടനിറ്റിയിലുള്ള ഹർവിക്സ്, മിനിമാക്സ്, മാക്സിമിൻ അങ്ങനത്തെ കാര്യങ്ങളാണ്. അതും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ നോക്കേണ്ടത് പ്രൊബബിലിസ്റ്റിക് ബഡ്ജറ്റാണ്. ഒറ്റ ക്വസ്റ്റ്യൻ ഉണ്ട് അതിൽ, ആ പ്രൊബബിലിറ്റിക് ബഡ്ജറ്റിൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻ നോക്കി. ഇതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ഇനി എന്ത് വരിക, ബാക്കിയുള്ള ചാപ്റ്ററിലേക്ക് വരിക, അഥവാ ബഡ്ജറ്റിങ്ങിലേക്ക് വരിക. അതേപോലെ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിലേക്ക് വരിക. ലാസ്റ്റ് എന്തിലേക്ക് പോവുക, മാർജിനൽ കോസ്റ്റിങ്ങിലേക്ക് പോവുക. ഒരു ചാപ്റ്ററും വിട്ടിട്ടില്ല എന്ന്, ഒഴിഞ്ഞു പോയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഈ ഒരു രീതിയിലിരിക്കണം ഇനി ഉള്ള സമയം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നോക്കേണ്ടത്. അല്ലാതെ ആദ്യം തന്നെ പോയി മാർജിനൽ കോസ്റ്റിംഗ് ഒന്ന് 10-30 മാർക്കിന് ഒരു മാർജിനൽ കോസ്റ്റിംഗ് പഠിച്ച് തുടങ്ങട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എക്സാമിന് ഇനി പോണ വരെ മാർജിനൽ കോസ്റ്റിംഗ് തന്നെ നോക്കേണ്ടി വരും. കാരണം അത്രയും വലിയ ചാപ്റ്ററാണ്. അതൊക്കെ പഠിച്ച് കഴിഞ്ഞ് കെട്ടിപ്പൂട്ടി വെക്കേണ്ട സമയം കഴിഞ്ഞിരിക്കണം. ആ പഠിച്ച ഐഡിയ വെച്ചിട്ട് ജസ്റ്റ് വേണമെങ്കിലും ഇങ്ങനെ ബുക്ക് മറിച്ചിട്ട് പോകണതിന് കുഴപ്പമില്ല. ഒരിക്കലും എഴുതി ചെയ്യാനോ ഇതാക്കാനോ നിൽക്കരുത്. കാൽക്കുലേറ്ററിൽ അടിച്ച് നോക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഫോർമാറ്റ് കാര്യങ്ങൾ നോക്കുക എന്നല്ലാതെ ചെയ്ത് പഠിക്കാനുള്ള സമയം ഇനിയില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ട് മാത്രം നിങ്ങൾ അങ്ങോട്ട് പോവുക. ഈ ഒരു പോർഷൻ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതും MCQ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തന്നെ 10-50 മാർക്കിൻ്റെ മേലെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഈ ബഡ്ജറ്റിംഗ് ഇതൊന്നും നോക്കണ്ടെന്നല്ല, ഇതൊക്കെ നോക്കിയിട്ട് സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് പോയി നോക്ക്. ബഡ്ജറ്റിംഗ് ഇതൊന്നും ചോദ്യം ഉണ്ടാവും. ബഡ്ജറ്റിംഗ് എന്തായാലും ക്വസ്റ്റ്യൻ ഉണ്ടാവും. 14 മാർക്കിന് ക്വസ്റ്റ്യൻ ഉണ്ടാവും. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിന് 7 മാർക്കിൻ്റെ മേലെ എന്തായാലും ക്വസ്റ്റ്യൻ ഉണ്ടാവും. മാർജിനൽ കോസ്റ്റിംഗിനും 10-30 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. അതൊക്കെ എനിക്കും അറിയാം. ലാസ്റ്റ് മിനിറ്റിനുള്ള കാര്യമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതേപോലെ തിയറിയിലേക്ക് വരുന്ന ഒരു ചാപ്റ്റർ വിട്ട്, റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് ഇതിൻ്റെ ഇടയിൽ നോക്കേണ്ടിയാണ്. റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചാപ്റ്റർ, അതിൽ റെസ്പോൺസിബിലിറ്റി സെൻറ്റർ, അല്ലെങ്കിൽ കോസ്റ്റ് സെൻറ്റർ, റവന്യൂ സെൻറ്റർ, പ്രോഫിറ്റ് സെൻറ്റർ തുടങ്ങിയിട്ടുള്ള അതിൽ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. ഓക്കെ, അതിന്ന് റെസ്പോൺസിബിലിറ്റി സെൻറ്ററിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻ ഉണ്ടാവും. തിയറി നോക്കേണ്ടത് ഇത് തന്നെയാണ്. ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിൽ തിയറി നോക്കുക, റെസ്പോൺസിബിലിറ്റിയിലെ തിയറി നോക്കുക. ബഡ്ജറ്റിങ്ങിൽ കുറേ തിയറി ഉണ്ട്, പക്ഷേ എല്ലാം കൂടി നിങ്ങൾക്ക് നോക്കാൻ സമയം ഉണ്ടോയെന്ന് അറിയില്ല. ബഡ്ജറ്റിങ്ങിലെ തിയറി നോക്കുക, ലേണിംഗ് കർവിലെ തിയറി നോക്കുക. ഇത് ബേസിക് ആയിട്ടുള്ള കുറച്ച് തിയറികൾ. അതിൻ്റെ എന്താ പറയുക, വലിയ പാരഗ്രാഫ് വായിക്കാനല്ല, ഒബ്ജക്റ്റ്, അതേപോലെ എന്താ പറയുക, അപ്ലിക്കേഷൻ തുടങ്ങിയിട്ടുള്ള അങ്ങനത്തെ തിയറികളൊക്കെ കാണുകയാണെങ്കിൽ അതെടുത്ത് നോക്കുക. അല്ലാതെ തിയറിയൊക്കെ എന്ത് ചെയ്യും, വളരെ കുറവായിരിക്കും. പിന്നെ മാർജിനൽ കോസ്റ്റിങ്ങിൽ ഞാൻ പറഞ്ഞു, അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങും മാർജിനൽ കോസ്റ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്, ഇങ്ങനത്തെ തിയറികളൊക്കെ എന്ത് ചെയ്യുക, നോക്കാം. കാരണം MCQ കുറേ തിയറിയാണ് വരിക. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു രണ്ടാമത്തെ ലോട്ടിൽ ഒരു തിയറിയാണ് വരിക. അത് കഴിഞ്ഞിട്ട് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്ങിന് തിയറി വരും. അപ്പോൾ ഇതിൻ്റെ പുറമെ എക്സ്ട്രാ ഇനിയും തിയറി ചോദിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. മനസ്സിലായോ? ഒന്നുകൂടെ എന്താ, ഫസ്റ്റ് ലോട്ടിൽ MCQയിൽ കുറേ എന്താണ് വരിക, തിയറിയാണ് വരിക. രണ്ടാമത്തെ ലോട്ടിൽ ഒന്ന് ABC ഇൻട്രൊഡക്ഷൻ, അപ്പോൾ ഇതും തിയറിയാണ്.
മൂന്നാമത്തെ ലോട്ടിൽ മാർജിനൽ കോസ്റ്റിംഗ് 3, 4 ഇതൊക്കെ മാർജിനൽ കോസ്റ്റിംഗ്, ബഡ്ജറ്റിംഗ്, എന്താ പറയുക, ഇതൊക്കെ പ്രോബ്ലം ആയിരിക്കും വരിക. ലാസ്റ്റ് ലോട്ടിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ അവിടെ ആ ഭാഗത്തൊക്കെ ആയിട്ട് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് ചിലപ്പോൾ ചോദിക്കാണ്ട്. അപ്പോൾ ഇതൊക്കെ തിയറിയാണ്. അപ്പോൾ ഒന്ന് മാക്സിമം ചാൻസ് എന്തേ ഉള്ളൂ, ഒറ്റ തിയറിയും കൂടി ചോദിക്കാനേ ഉള്ളൂ. മാർജിനൽ കോസ്റ്റിംഗ് എന്നിട്ടോ അല്ലെങ്കിൽ ബഡ്ജറ്റിംഗ് എന്നോ ഒരു തിയറി ചോദിക്കാനേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് മൊത്തം ചാപ്റ്റർ സബ്ജക്റ്റ് എടുത്തിട്ട് മൊത്തം തിയറി പഠിക്കാൻ നിൽക്കരുത്. പ്രോബ്ലം തന്നെയാണ് നിങ്ങൾ കൂടുതൽ നോക്കേണ്ടത്. ഈ പറഞ്ഞ MCQ, ഇൻട്രൊഡക്ഷൻ, റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടിങ് തുടങ്ങിയിട്ടുള്ള ആ ചാപ്റ്ററിൻ്റെ തിയറി മാത്രം നിങ്ങൾ നോക്കുക. അതിനുള്ള സമയം നിങ്ങൾക്ക് ബാക്കിയുള്ളതൊക്കെ നല്ല രീതിയിൽ പഠിക്കുക. ഓക്കെ, എന്ത് ചെയ്യാം, നല്ല രീതിയിൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റട്ടെ. എന്തായാലും അവസാനത്തെ എക്സാം അല്ലേ, നല്ല രീതിയിൽ തന്നെ പഠിക്കുക. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ.